ഹരേ കൃഷ്ണ. ഓമജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാക്കയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ തഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേऽഹം ശ്രീഗുരും ശ്രീയുതാപതകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണ രഘുനാഥാൻവിധം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണ ലളിത ശ്രീവിശാഖാൻവിധാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇന്നത്തെ പ്രത്യേക ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇസ്കോൺ ഗുരുവായൂരിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സിൽ ഇത് ആദ്യമായിട്ടാണ് ഞാൻ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ഭക്തന്മാരും ഇതിൽ പങ്കെടുക്കുന്നവർ പുതിയ മുഖങ്ങളായിരിക്കും. പക്ഷേ ഇപ്പോൾ മുഖങ്ങൾ കാണുന്നില്ല. എനിവേ, സോ ഞാൻ ഉദ്ദേശിച്ചത് എല്ലാം പുതിയ ആൾക്കാരായിരിക്കും എന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന വിശേഷാൽ ടോപ്പിക് എന്ന് പറയുന്നത് ഏകാദശി എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഏകാദശിയെ പറ്റി കേൾക്കാത്തവരാരും തന്നെ ഉണ്ടായിരിക്കില്ല. എല്ലാവർക്കും ഏകാദശിയെ പറ്റി അറിയാം. അല്ലെങ്കിൽ ഏകാദശി എന്നാൽ എന്തിനാണ് ഏകാദശി എന്നതിനെ പറ്റിയിട്ടൊക്കെ പല ഭക്തന്മാർക്ക് അല്ലെങ്കിൽ പല ആളുകൾക്കും ഈ കേരളത്തിലായാലും മറ്റ് സ്ഥലങ്ങളിലുള്ളവർക്കായാലും എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. എങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിൽ വരുന്നവരായതുകൊണ്ട് അല്ലെങ്കിൽ വന്നവരായതുകൊണ്ട് നമ്മൾ കൂടുതലും ശാസ്ത്രങ്ങളെ ആസ്പദമാക്കിയും ഗുരുക്കന്മാരെ ആചരിച്ചുകൊണ്ടും അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ ആചരിച്ചുകൊണ്ടും അവരുടെ ശിക്ഷണത്തിൽ നിന്നും ഒക്കെയാണ് നമ്മൾ എങ്ങനെയാണ് ഭക്തിയുത സേവനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏകാദശി വിശേഷ ദിവസം ആചരിക്കേണ്ടത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ഒരു എത്തിനോട്ടം മാത്രമേ ഈ ക്ലാസ്സിൽ നടത്താൻ സാധിക്കുകയുള്ളൂ. കാരണം ഇതൊരു എലാബറേറ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഏകാദശിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള വശങ്ങൾ എന്തൊക്കെയാണ് ബാധിക്കുന്നത് മനസ്സിലാക്കാം. അല്ലെങ്കിൽ പിന്നെ ആത്മീയമായിട്ടുള്ള വശങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. പിന്നെ ഭൗതികമായിട്ടുള്ള വശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇങ്ങനെ പല ആംഗിളിലും നമുക്ക് അതിന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പക്ഷേ അത്രയും തന്നെ നമുക്ക് സമയം ഈ ഒരു എപ്പിസോഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കത്തിൽ ഒരു ജനറലായിട്ടുള്ള ഒരു വ്യൂ ആണ് നിങ്ങളോട് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകുന്ന ഈ വിവരണം. അപ്പോൾ എന്താണ് ഏകാദശി, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഏകാദശി ദിവസം വ്രതമെടുക്കുന്നത്? നമ്മൾ വ്രതമെടുക്കുന്നതിലൂടെ ഏകാദശി ദിവസം നമ്മൾക്ക് എന്ത് ലഭിക്കുന്നു? അല്ലെങ്കിൽ നമ്മൾ ഏകാദശി എടുക്കുന്നത് കൊണ്ട് എന്തെല്ലാം നമ്മളിൽ നഷ്ടമാകുന്നു? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഏകാദശിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മുന്നിൽ വരുന്ന ചോദ്യങ്ങളും മുന്നിൽ വരുന്ന പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏകാദശി എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ പറഞ്ഞാൽ ഏക എന്ന് വെച്ചാൽ 1, ദശ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10. അപ്പോൾ ഏകാദശി എന്ന് വെച്ചാൽ 11ാമത്തെ ദിവസം, 11th ഡേ.
ഇത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് കലണ്ടറുകൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി. അപ്പോൾ ഇങ്ങനെയുള്ള ഈ തിഥികളെല്ലാം തന്നെ ആരംഭിക്കുന്നതും പിന്നെ വീണ്ടും തുടങ്ങുന്നത് അല്ലെങ്കിൽ അവസാനിക്കുന്നതും എല്ലാം തന്നെ നമ്മുടെ പൗർണമി തൊട്ട് അമാവാസ്യ ഇതിനിടയിലാണ്. അല്ലെങ്കിൽ പൗർണമി തൊട്ട് 11ാമത്തെ ദിവസം, പൗർണമിയുടെ 11ാമത്തെ ദിവസവും അമാവാസിയുടെ 11ാമത്തെ ദിവസമാണ് ഏകാദശി. അപ്പോൾ ഏകാദശിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗൗഡീയ വൈഷ്ണവന്മാർ അല്ലെങ്കിൽ ആചാര്യന്മാർ പറയുന്നത് ഏകാദശി എന്ന് പറയുന്നത് നമ്മുടെ ഭക്തിയിൽ അഡ്വാൻസ്മെൻറ്റ് നൽകുന്ന ഒരു അമ്മയാണ് എന്നാണ് പറയുന്നത്. നമ്മൾക്ക് ഭക്തിയിൽ പുരോഗമിക്കുമ്പോൾ നമ്മൾ അനുഷ്ഠിക്കേണ്ട ഒരു ആചാരത്തിൽപ്പെടുന്ന ഒന്നാണ് ഏകാദശി. അതുകൊണ്ട് തന്നെ മദർ ഓഫ് അഡ്വാൻസ്മെൻറ്റ് ഇൻ ഭക്തി ിൽപ്പെടുന്ന ഒരു കാര്യമാണ് ഏകാദശി. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളായാലും മനസ്സായാലും ഹൃദയമായാലും എല്ലാം തന്നെ സബ്റ്റിലായിട്ടുള്ളത്, അതായത് സൂക്ഷ്മമായിട്ടുള്ളതെല്ലാം തന്നെ പ്യൂരിഫൈ ചെയ്യുന്നതിന് പറ്റിയ ഒരു ദിവസമാണ് ഏകാദശി. മറ്റുള്ള പ്യൂരിഫിക്കേഷൻ എല്ലാം നമ്മൾ വേറെ രീതികളിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ പൊതുവെ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ, പ്രത്യേകിച്ച് സൂക്ഷ്മ ഇന്ദ്രിയങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ശരീരം, ഇതെല്ലാം തന്നെ നമ്മൾ പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഏകാദശി. അപ്പോൾ ഇതിന് പല തലങ്ങളിൽ നിന്ന് നമുക്ക് നോക്കാൻ കഴിയും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആത്മീയമായിട്ട് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിലും നമ്മുടെ ഭൗതികമായിട്ടൊക്കെ നോക്കുകയാണെങ്കിലും ഇതിന് പല ആംഗിളുകളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് കൂടുതലും ആത്മീയമായിട്ടുള്ളതും പിന്നെ കുറച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളും, പിന്നെ എങ്ങനെ നമുക്ക് ഏകാദശി നമ്മുടെ ഇന്നത്തെ ഈ ചുറ്റുപാടിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇത് പാലിച്ചു പോകാം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏകാദശി എന്ന് പറയുന്ന 11ാമത്തെ ദിവസമാണ്. അതിൽ പ്രത്യേകിച്ച് ഈ ശുക്ലപക്ഷ അല്ലെങ്കിൽ കൃഷ്ണപക്ഷ എന്ന് പറയുന്നത് പോലെ, അതായത് ശുക്ലപക്ഷ എന്ന് വെളുത്തവ, കൃഷ്ണപക്ഷ എന്ന് കറുത്തവ. അപ്പോൾ അവിടെ നിന്ന് തൊട്ട് ഇങ്ങനെ 11ാമത്തെ ദിവസത്തിനെയാണ് നമ്മൾ ഏകാദശി എന്ന് പറയുന്നത്. കൂടാതെ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഏകാദശി ദിവസത്തിന് നമ്മൾ വേറൊരു പേരും കൂടിയുണ്ട്. അതായത് ഹരിയുടെ ദിവസം, ദ ലോർഡ് ഓഫ് ഹരി, ഡേ ഓഫ് ലോർഡ് ഹരി എന്ന് പറയുന്നുണ്ട്. ഹരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ വേറൊരു പേരാണ്. ഹരി എന്ന് വെച്ചാൽ കൃഷ്ണ ഭഗവാന്റെ വേറൊരു പേരാണ് ഹരി. അപ്പോൾ ഹരിയുടെ ദിവസത്തിനെയും നമ്മൾ ഏകാദശി എന്ന് പറയുന്നു. പൊതുവേ നമ്മൾ ഏകാദശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മയിൽ വരുന്നത് ഉപവാസമാണ്. എല്ലാവർക്കും അറിയാം, ഉപവസിക്കണം എന്നൊക്കെ പറയാറുണ്ട്. പണ്ട് തൊട്ട് തന്നെ വീട്ടിലുള്ളവരെല്ലാവരും തന്നെ പറയും ഏകാദശിക്ക് നിങ്ങളെല്ലാവരും ഉപവസിക്കുന്നത് നല്ലതാണ്, നമ്മളൊക്കെ ഉപദേശിക്കാറുണ്ട് ഉപവസിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ പല ഏകാദശിയും കേരളത്തിലുള്ള ഈ ആളുകൾ ഞാൻ പറയാൻ കാരണം അതിൽ ഭക്തന്മാർ ഉൾപ്പെടില്ല. കാരണം പൊതുവെ ജനറലായിട്ട് പറയുമ്പോൾ കേരളത്തിലെ ആളുകൾ ഏകാദശിയെക്കുറിച്ച് പല തെറ്റായ ധാരണകൾ ശാസ്ത്രത്തിന് അടിസ്ഥാനമല്ലാതെ ആചരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഭക്തന്മാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇതിൻ്റെ മറ്റു വശങ്ങൾ മനസ്സിലാക്കാനും എന്തുകൊണ്ടാണ് ഏകാദശി നമ്മൾ ആചരിക്കണമെന്ന് പറയുന്നതെന്നും അതിലൂടെ നമുക്ക് എന്ത് പുരോഗതിയാണ് വരുന്നതെന്നൊക്കെ കുറിച്ച് നമ്മൾ കുറച്ചും കൂടെ ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് ഭക്തന്മാർ മറ്റുള്ളവരിൽ നിന്നെല്ലാം തന്നെ കുറച്ച് വ്യത്യസ്തമാണ് ഈ കാര്യത്തിൽ. അപ്പോൾ ഏകാദശി എന്തിന് ആചരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ പറയാൻ പറ്റും, നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനും ഇന്ദ്രിയങ്ങളിൽ മേൽ നമുക്ക് ആധിപത്യം സ്ഥാപിക്കാനാണെന്നും പറയാം. അപ്പോൾ മറ്റുള്ള എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതേ ദിവസവും ഉണ്ടെങ്കിലും നമ്മൾ ആ ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ നമ്മുടെ ചൊൽപ്പടിക്ക് നിർത്തുന്നു എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ളത്. എന്തുകൊണ്ടാണ്? അത് ഹരിവാസര ആയതുകൊണ്ട്, അതായത് ഭഗവാൻ ഹരിയുടെ ദിവസമായതുകൊണ്ട്. അല്ലെങ്കിൽ ഉപവാസ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയർ, അടുത്ത്, വാസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുക. അപ്പോൾ ഹരിയുടെ ദിവസമായതുകൊണ്ട് ഹരിയുടെ അടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അന്ന് ഉപവസിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തികളും എല്ലാം തന്നെ, പ്രത്യേകിച്ച് ഭക്തിയുത സേവനം എന്ന് വേണമെങ്കിൽ പറയാം, അത് എല്ലാം ഭഗവാന് വേണ്ടിയിട്ടായിരിക്കുന്നതായിരിക്കും ഉചിതം ആ ദിവസത്തിൽ പ്രത്യേകിച്ച്. അപ്പോൾ ഏകാദശി കൊണ്ട് നമ്മൾ ഹരിയുടെ അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ മുഴുകുക എന്ന ഒരു
കാര്യമാണ് കൃഷ്ണാവബോധ സമിതിയിലൂടെ അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അതുതന്നെയാണ് ഭഗവാൻ നമ്മളോട് പറയുന്നത്. ആ ദിവസം എന്നെ ഓർമ്മിക്കൂ, അല്ലെങ്കിൽ മന്മനാഭവ ഭക്തി എന്ന് പറയുന്ന പോലെ, ഭഗവത്ഗീത പറയുന്ന പോലെ, ഈവൻ ഏകാദശി നമ്മളോട് പറയുന്നതും, ഏകാദശി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു സെർവൻ്റാണ്, ഭഗവാന്റെ സെർവൻ്റാണ്. അതിനെക്കുറിച്ച് ഞാൻ ആ കഥയെ ഞാൻ പറഞ്ഞു തരാം പിന്നീട്. അപ്പോൾ സെർവൻ്റ് ഓഫ് കൃഷ്ണയാണ്, അല്ലെങ്കിൽ കമ്പാഷൻ, മേഴ്സി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കരുണ, അല്ലെങ്കിൽ കൃപ, അതെല്ലാം ഭഗവാന്റെ എല്ലാം ആ ഫോമിലുള്ള ഒരു ലേഡി ആണ് ഏകാദശി എന്ന് പറയുന്നത്. ഏകദാസി എന്നാണ് ആ ലേഡിയെ പറയുന്ന പേര്, അല്ലെങ്കിൽ ആ ഭക്തയെ പറയുന്ന പേര് ഏകദാസി. പല ദാസ്യന്മാരിൽ ഒരു ദാസി എന്ന അർത്ഥവും ഈ ഏകദാസിക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഏകദശിക്ക് ഏകദാസി എന്ന് പറയുന്നത്. അപ്പോൾ പല ഭഗവാന്റെ ഭക്തകളിൽ ഒരു ദാസി, ഏകദാസി എന്ന് പറയുന്നതും ആ ഒരു സെർവൻ്റാണ്. അപ്പോൾ അങ്ങനെ പേര് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ചുരുക്കത്തിൽ ഈ ഏകാദശിയിലൂടെ നമ്മൾക്ക് നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ മേലുള്ള ആധിപത്യം നമുക്ക് സാധിക്കും. പിന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ ഇന്ദ്രിയങ്ങളെയൊക്കെ നമുക്ക് കുറച്ച് റെസ്റ്റ്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ മറ്റു കാര്യങ്ങളിലേക്കൊന്നും വലിച്ചു വയ്ക്കാതെ ഭഗവാന്റെ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണെന്ന് പറയുന്നു. പിന്നെ ഇതിൻ്റെ അൾട്ടിമേറ്റ് ഗോള് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പറയാൻ സാധിക്കും, നമ്മളെല്ലാവരും തന്നെ ഭഗവാന്റെ അരികിലേക്ക് പോകണം എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയുള്ള ഭക്തന്മാരാണ് കൂടുതലും ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മുടെ ഗെയിൻ അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത് ഭഗവാന്റെ അരികിലേക്ക് പോകുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ്, അല്ലെങ്കിൽ ഈ ഫാസ്റ്റിങ്ങിലൂടെ കിട്ടുന്ന ബെനിഫിറ്റ്. അപ്പോൾ നമ്മുടെ അവബോധം ഈ ഏകാദശി ദിവസം നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തിലാലും ഇന്ദ്രിയങ്ങളിൽ മേലുള്ള ആധിപത്യം കാരണം കൊണ്ടും അത് കോൺഷ്യസ്നെസ് നമുക്ക് അങ്ങനെ പ്യൂരിഫൈ ആകുന്നു, അല്ലെങ്കിൽ ക്ലീൻ ആകുന്നു എന്നുള്ളതും ഒരു വലിയ കാര്യമാണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ അത് ഉപവാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണലി ആൻഡ് ഇൻറ്റേർണലി നമുക്ക് രണ്ടും പ്യൂരിഫൈ ആകാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എക്സ്റ്റേണലി എന്ന് പറയുന്ന സമയത്ത് നമ്മളെന്താണ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഉപേക്ഷിക്കുന്നു. അതിൽ പല കാര്യങ്ങൾ, അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ധാന്യങ്ങളും അതുപോലെ തന്നെ മറ്റ് പയറുവർഗ്ഗങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു ആ ദിവസം എന്നുള്ളതാണ്. അപ്പോൾ അത് എക്സ്റ്റേണൽ ആയിട്ടുള്ള. അപ്പോൾ സമയത്ത് നമുക്ക് ഇൻറ്റേർണലായിട്ട് നമുക്ക് എന്താണ് മാറ്റം ഉണ്ടാകുന്നത്, നമുക്ക് കൂടുതൽ പ്യൂരിഫിക്കേഷൻ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഏകദാസി അത് ഭഗവാന്റെ ഒരു സെർവൻ്റാണ്. ഭഗവാന്റെ ഒരു സെർവൻ്റ് ആയതുകൊണ്ടാണ് ആ ഒരു വരം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഏകാദശി ദിവസം നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുന്നതുകൊണ്ടും ഏകാദശി ദിവസം ഭഗവാനെ നമ്മൾ ഓർമ്മിക്കുന്നത് കൊണ്ടും നമ്മൾ പാപപ്രതികരണങ്ങളിൽ നിന്നെല്ലാം മുക്തന്മാരാകുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്കെല്ലാവർക്കും അറിയാം, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് തിഥികളൊക്കെ കണക്കാക്കുന്ന സമയത്ത് പല സന്ദർഭങ്ങളിലും പല തിഥികളിലും പല ഉത്സവങ്ങളുണ്ട്. ഇപ്പോൾ തൃതീയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് അക്ഷയ തൃതീയ. അതുപോലെ തന്നെ ചതുർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ഓർമ്മ വരുന്നത് എന്താണ്, ഗണേശ ചതുർത്ഥി അല്ലെങ്കിൽ വിനായക ചതുർത്ഥി. അതുപോലെ തന്നെ നമുക്ക് പഞ്ചമി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ്, നാഗപഞ്ചമി. അതുപോലെ തന്നെ ഷഷ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടന ഷഷ്ടി. ഇതെല്ലാം ഓരോ ദിവസങ്ങളുടെ പ്രത്യേകതയാണ്. ആ ഓരോ ദിവസത്തിലും ആ തിഥികളിലൊക്കെ പ്രത്യേകം വിശേഷങ്ങൾ ആഘോഷിക്കുന്നതും കൂടിയാണ്. ഇപ്പം ഇതെല്ലാം ഇതിൽ വരുന്നതാണ്, സംസ്കൃതത്തിൽ വരുന്നതാണ്. തൃതീയ എന്ന് വെച്ചാൽ മൂന്നാമത്തെ ദിവസം അക്ഷയ തൃതീയ, നാലാമത്തെ ദിവസം ചതുർത്ഥി എന്ന് വെച്ചാൽ വിനായക ചതുർത്ഥി, അഞ്ചാമത്തെ ദിവസത്തിൽ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് പഞ്ചമി, നാഗപഞ്ചമി. അതുപോലെ ഷഷ്ടി എന്ന് പറയുന്ന ദിവസം അല്ലെങ്കിൽ തിഥി ദിവസം ആഘോഷിക്കുന്ന ഒരു ഉത്സവത്തിന് പറയുന്ന ഉടന ഷഷ്ടി. പ്രത്യേകിച്ച് ജഗന്നാഥ് ബലദേവ് സുഭദ്രാമയ്യായിട്ട് ബന്ധപ്പെട്ട ജഗന്നാഥ്പുരിയിലെ ഉടന ഷഷ്ടി അന്നാണ് ജഗന്നാഥ് ബലദേവ് സുഭദ്രാമയ്യയ്ക്ക് തണുപ്പ് തോന്നിയിട്ട് കമ്പിളി പുതച്ചു കൊടുക്കുന്ന ദിവസം അന്നാണ് ആരംഭിക്കുന്നത്. ആ കമ്പിളി പുതപ്പ് ജഗന്നാഥ് ബലദേവനും സുഭദ്രയ്ക്കും പുതച്ചു കൊടുക്കുന്ന ദിവസം തൊട്ടാണ് ശൈത്യകാലം ഇന്ത്യയുടെ മറ്റെല്ലാ ഭാഗത്തും ആരംഭിക്കുന്നത്. അപ്പോൾ ആ ഒരു തുടങ്ങുന്ന ദിവസമാണ് ഉടന ഷഷ്ടി. അതുപോലെ സപ്തമി, അദ്വൈത സപ്തമി. അതുപോലെ അഷ്ടമി എല്ലാവർക്കും അറിയാം, രാധാഷ്ടമി. പിന്നെ വരുന്നത് നവമി, 9ാമത്തെ ദിവസം.
നവമി എന്ന് വെച്ചാൽ രാമനവമി, എല്ലാവർക്കും അറിയാം. ദശമി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വിജയദശമി. അപ്പോൾ ഏകാദശിയാണ് പിന്നെ അടുത്ത 11ാമത്തെ ദിവസം. അപ്പോൾ ഈ ഒരു 11ാമത്തെ ദിവസം നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്ത് ഉത്സവമാണ് നമുക്ക് ആചരിക്കേണ്ടത്, അതാണ് ഇവിടെ പറയുന്നത്. ഭഗവാനുമായിട്ട് ഉപവസിക്കുക, വളരെ അടുത്ത് ഇരുന്ന് ഭഗവാന്റെ നാമങ്ങളും ഭഗവാന്റെ ലീലകളും ഭഗവാന്റെ സേവനങ്ങളൊക്കെ അനുഷ്ഠിക്കാനുള്ള ഒരു അവസരമാണ് ഈ ഏകാദശി തിഥിയിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? 11 സെൻസസ് നമ്മുടെ ഉണ്ട്, ഇന്ദ്രിയങ്ങൾ. ഈ 11 ഇന്ദ്രിയങ്ങൾ നമ്മൾ എല്ലാം തന്നെ നമ്മൾ ഈ ഏകാദശി ദിവസം 11ാമത്തെ ദിവസം എൻഗേജ് ചെയ്യിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ 11 ഇന്ദ്രിയങ്ങൾ? അത് നമ്മൾ ഭഗവത്ഗീത ക്ലാസ് കേട്ടവർക്കൊക്കെ എല്ലാവർക്കും അറിയാം. അതായത് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, പിന്നൊന്ന് 5 കർമ്മേന്ദ്രിയങ്ങൾ, അതുകൂടാതെ മനസ്സ്, അങ്ങനെ 11. അപ്പോൾ ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ 5ഉം കർമ്മേന്ദ്രിയങ്ങൾ 5ഉം പിന്നെ കൂടാതെ മനസ്സിനെയും, ഈ 11 ഇന്ദ്രിയങ്ങളെയും നമ്മൾ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുത്താനും ഭഗവാന്റെ സേവനത്തിന് മുഴുകാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപകരിക്കുന്ന ഒരു ദിവസമാണ്, ആഘോഷിക്കുന്ന ദിവസമാണ് ഏകാദശി ദിവസം. നേരത്തെ പറഞ്ഞതുപോലെയുള്ള വിജയദശമി, രാമനവമി ഒക്കെ പറഞ്ഞതുപോലെ ഏകാദശി ദിവസം നമ്മൾ അങ്ങനെയാണ് ആഘോഷിക്കേണ്ടത് എന്ന് പറയുന്നത്. പക്ഷേ അപ്പം നമുക്ക് അറിയണം എത്ര ഏകാദശിയുണ്ട് എന്നുള്ളത് അറിയണം. ഈ പറഞ്ഞതുപോലെ ഒരു മാസത്തിൽ നമുക്ക് 2 ഏകാദശിയാണ് ഉള്ളത്. ഒന്ന് കറുത്ത പക്ഷത്തുള്ള ഏകാദശി, പിന്നെ ഒന്ന് വെളുത്ത പക്ഷത്തുള്ള ഏകാദശി. അപ്പോൾ പല കേരളത്തിലുള്ള അമ്മമാരും അല്ലെങ്കിൽ ഭക്തന്മാരും ഒക്കെ, കൃഷ്ണഭക്തന്മാരൊക്കെ തന്നെ ഒരു പക്ഷേ വെളുത്ത പക്ഷത്തിലുള്ള ഏകാദശി മാത്രം ആണ് ഞങ്ങൾ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവരുണ്ട്. പക്ഷേ ഇവിടെ വൈഷ്ണവ ഗൗഡിയ പരമ്പരയിൽ വരുന്ന ഭക്തന്മാർ 2 ഏകാദശിയും അവർക്ക് തുല്യ പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് കറുത്ത പക്ഷത്തിന് ശേഷമുള്ളതായാലും വെളുത്ത പക്ഷത്തുള്ള ഏകാദശി ആയാലും അത് 2 ഏകാദശിക്കും വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ആ ഏകാദശികളെല്ലാം തന്നെ വളരെ പ്രാധാന്യം അറിയിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഏകാദശി നമ്മൾ ആഘോഷിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ 11 ഇന്ദ്രിയങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രവൃത്തികളെല്ലാം തന്നെ അത് ജ്ഞാനേന്ദ്രിയത്തിലൂടെ ആയാലും കർമ്മേന്ദ്രിയത്തിലൂടെ ആയാലും നമ്മുടെ മനസ്സ് പോലും ഈ സേവനത്തിൽ ഏർപ്പെടുക എന്നുള്ളതായിരിക്കണം നമ്മുടെ പ്രവൃത്തി അന്നത്തെ ദിവസത്തിൻ്റെ. അപ്പോൾ എങ്ങനെയെല്ലാം നമുക്ക് അത് ഏകാദശി നമുക്ക് അല്ലെങ്കിൽ ഏകാദശി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 24 ഏകാദശി ഉണ്ടാവും. ഒരു മാസത്തിൽ 2 ഏകാദശി ആണെങ്കിൽ എത്ര ഏകാദശി വരും? ഒരു വർഷത്തിൽ നമുക്ക് 24 ഏകാദശി ഉണ്ടാവും. അപ്പോൾ ഈ 24 ഏകാദശിയും നമ്മൾക്ക് ഹരിവാസര അല്ലെങ്കിൽ ഉപവാസം ഭഗവാൻ അരികിലിരുന്നുകൊണ്ട് സേവിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിട്ട് നമുക്ക് വീണ് കിട്ടിയിരിക്കുകയാണ്. മറ്റുള്ള വിശേഷ ദിവസങ്ങളൊക്കെ ഉപരി ജന്മാഷ്ടമി, രാധാഷ്ടമി, രാമനവമി, നരസിംഹ ചതുർദശി ഇങ്ങനെയുള്ളതെല്ലാം ഇതിന് പുറമേ ഉള്ള വിശേഷപ്പെട്ട ദിവസങ്ങൾക്കും പുറമേ നമുക്ക് 12 ഏകാദശിയും കൂടെ നമുക്ക് ആഘോഷമാക്കേണ്ടതുണ്ട്, ആഘോഷമാക്കാം അല്ലെങ്കിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് തരത്തിൽ നമുക്ക് ഏകാദശി നോൽക്കാം അല്ലെങ്കിൽ ഏത് തരത്തിൽ നമുക്ക് ഉപവസിക്കാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ 3 തരത്തിൽ നമുക്ക് ഉപവസിക്കാം. അതിൽ ഒന്ന് നിർജൽ ഏകാദശി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിർജൽ ഫാസ്റ്റിംഗ്. നിർജൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പോലും കുടിക്കാതെ ഉള്ള ഫാസ്റ്റിംഗ്, ഒരു തുള്ളി പോലും വെള്ളം കുടിക്കാതെയുള്ള ഫാസ്റ്റിങ്ങിനെയാണ് നിർജൽ. അതേ സമയത്ത് നീർജൽ എന്ന് വെച്ചാൽ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടുള്ള ഫാസ്റ്റിംഗ് ഉണ്ട്. അതിന് നീർ എന്ന് വെച്ചാൽ വെള്ളം, നീർ എന്ന് വെച്ചാൽ വെള്ളം, നീർജൽ വെള്ളം കുടിച്ചുകൊണ്ടുള്ള ഫാസ്റ്റിംഗ്, അങ്ങനെ ഒരു ഫാസ്റ്റിംഗ്. അപ്പൊ നീർജൽ, പിന്നെ വരുന്നത് ഫ്രൂട്ട്സ്, ഫലങ്ങൾ മാത്രം. നീർജൽ, ഫൽജൽ അല്ലെങ്കിൽ ഫൽ എന്ന് വെച്ച് മാത്രം ഫ്രൂട്ട്സുകൾ, പഴങ്ങളൊക്കെ കഴിച്ചുകൊണ്ട്, പഴങ്ങളുടെ ജ്യൂസ് ആകാം, പഴങ്ങൾ, കോക്കനട്ട് ജ്യൂസ്, ഫ്രൂട്ട് ജ്യൂസ്, ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് കഴിക്കാം അന്നത്തെ ദിവസം. പിന്നെ വരുന്നത് അനുകൽപ എന്ന് പറയുന്ന പേരിൽ, അതായത് നമുക്ക് ഗ്രൗണ്ട് നട്ട്,
ടാപ്പിയോക്ക അല്ലെങ്കിൽ കപ്പ, അതിനെന്താ ഇവിടെ പുളക്കിഴങ്ങ് അങ്ങനെയൊന്നും പറയും, ഭാഷ എനിക്ക് ഇവിടുത്തെ അറിയില്ല. പക്ഷേ എങ്കിൽ പൊതുവെ ടാപ്പിയോക്ക, പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, മിക്സഡ് ഫ്രൂട്ട്സ്, പിന്നെ പിന്നെ പൊട്ടാറ്റോ, ക്യാരറ്റ് കൊണ്ടുള്ളത്, ഇങ്ങനെ ഉള്ള ഐറ്റങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് അനുകൽപ എന്ന് പറയുന്ന ഈ പ്രസാദത്തിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാം. അങ്ങനെ അങ്ങനെയും കഴിക്കാവുന്നതാണ്. പക്ഷേ ഈ 3 തരത്തിലും അല്ലെങ്കിൽ 4 തരത്തിലും കഴിക്കുന്നതിന് എല്ലാത്തിനും തന്നെ അതിൻ്റെതായിട്ടുള്ള പെർസെൻറ്റേജ് ഓഫ് റിസൾട്ട് അതാത് വ്യക്തികൾക്ക് ഉണ്ടെന്നും മനസ്സിലാക്കണം. അപ്പൊ നിർജ്ജൽ ആയിട്ട് ഏകാദശി എടുക്കുന്ന വ്യക്തിക്ക് അതിന് 100% ബെനിഫിറ്റ് കിട്ടും. അതേസമയത്ത് ഫൽ മാത്രം അല്ലെങ്കിൽ കഴിക്കുകയാണെങ്കിൽ അവർക്ക് 50% കിട്ടുമെന്ന് പറയാം. അതേസമയത്ത് അനുകൽപ പ്രസാദത്തിലൂടെയാണ് ഏകാദശി ഫാസ്റ്റിംഗ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു 25% ഒക്കെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. അതും നമ്മൾ എത്ര നേരം കഴിക്കുന്നു എന്നതിനെ അനുസരിച്ചും ഇരിക്കും. ചിലവർ നിർജ്ജല പറഞ്ഞ കംപ്ലീറ്റ് ഫാസ്റ്റിംഗ് ആണ്, അതുകൊണ്ട് തന്നെ 100%. പക്ഷെ ആ സമയത്ത് നീർജലോ അല്ലെങ്കിൽ ഫൽ ഒക്കെ ആണെങ്കിൽ കഴിക്കുകയാണെങ്കിൽ പഴങ്ങൾ മാത്രം കഴിക്കുകയാണെങ്കിൽ ചിലവർ കാലത്ത് കഴിക്കില്ല, ഉച്ചയ്ക്കേ കഴിക്കുകയുള്ളൂ. ചിലവർ ഉച്ചയ്ക്കും കാലത്തും വൈകിട്ടും ഒക്കെ കഴിക്കും. അപ്പൊ അതാത് ഡിഗ്രി, അതാത് നമ്മുടെ തോതനുസരിച്ച്, നമ്മുടെ ഭക്തി അനുസരിച്ച് നമുക്ക് അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്ത് റിസൾട്ടാണ് എന്ന് വെച്ചാൽ അത് ആത്മീയമായാലും നമ്മുടെ ശാരീരികമായാലും നമുക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ടാണ് കിട്ടുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പൊതുവെ പറയുന്നുണ്ട്, ആയുർവേദത്തിലായാലും അല്ലെങ്കിൽ നമ്മുടെ എന്താണത് വേറൊരു ഇതുണ്ടല്ലോ ശാസ്ത്രത്തിന്റെ ശാഖ, പഞ്ചരാത്രിക വിധി അല്ല, പഞ്ചരാത്രിക വിധി അല്ല, എനിവേ ആയുർവേദത്തിലൂടെയും പറയുന്നുണ്ട് നമ്മളോട്. നമ്മൾ പറയുന്നത് കംപ്ലീറ്റ് ഫാസ്റ്റും ശരിക്ക് നല്ലതല്ല നമ്മുടെ ശരീരത്തിന്. കാരണം നമ്മുടെ ശലീവ എന്ന് പറയുന്നത് നാവിലുള്ളത്, അത് നമ്മൾ ശരിക്കും അത് തീർക്കേണ്ടതാണ്, കഴിച്ചു തീർക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ അത് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ദേഹത്തിന് കേടാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഫാസ്റ്റും ഒരു പക്ഷേ ചിലവർക്ക് പങ്കെടുക്കാൻ അല്ലെങ്കിൽ അതിൽ നമുക്ക് ഫാസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസരങ്ങളും വരുന്നതിൻ്റെ കാരണം അവരുടെ ശരീരം അതിനനുസരിച്ചുള്ളതാണെന്ന് മനസ്സിലാക്കാൻ വേണം. അപ്പോൾ നമുക്കൊരു ഈവൻ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറയുന്നത്, ശ്രീല പ്രഭുപാദരുടെ ഗുരു ഹിസ് ഡിവൈൻ ഗ്രേസ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറയുന്നത് എന്താണ്? ഏകാദശി എന്നതുകൊണ്ട് നിങ്ങൾ ഭക്തിയിൽ മുന്നേറണം. പക്ഷേ ഭക്തിയിൽ എങ്ങനെ മുന്നേറും? അതിന് പ്രചരണം വേണം. അപ്പോൾ പ്രചരണം ദിവസം പോലും നിങ്ങൾ ഭക്തിയുത സേവനം ചെയ്യുന്നു എന്ന് പറയുന്ന പേരിൽ ഫാസ്റ്റിംഗ് എടുത്തിൽ വീട്ടിലിരിക്കുന്നതിനേക്കാളും നല്ലത് ഏകാദശി ദിവസം നിങ്ങൾ ഗ്രെയിൻസ് കഴിച്ചിട്ടായാലും കുഴപ്പമില്ല, എൻ്റെ പുസ്തകങ്ങളും ഈ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിനെ പറ്റിയുള്ള പ്രചരണം നിങ്ങൾ നടത്തിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ മാത്രമേ അത് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതൊരു ജനറൽ റൂളല്ല, എല്ലാവർക്കും അത് ബാധകമല്ല, അത് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളതല്ല, എല്ലാ സമയത്തും പറഞ്ഞിട്ടുള്ളത് ഒരേ ഒരു തവണ മാത്രം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സേവനം കൊണ്ട്, അങ്ങനെ നിങ്ങൾ ധാന്യങ്ങൾ കഴിച്ചുകൊണ്ട് കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുന്നതിലൂടെ എന്തെല്ലാം പാപങ്ങളുണ്ടോ അതെല്ലാം ഞാൻ എടുത്തോളാം, സഹിച്ചോളാം എന്ന് ഹിസ് ഡിവൈൻ ഗ്രേസ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറഞ്ഞത് കൊണ്ട് അവരെല്ലാവരും തന്നെ പ്രചരണത്തിനായി പോയി എന്നാണ് പറയുന്നത്. പക്ഷെ അതെല്ലാം ഒരു എക്സെപ്ഷണൽ കേസാണ്. അതൊന്നും നമ്മൾ ഒരു ജനറൽ റൂളായിട്ട് നമ്മൾ എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒരിക്കൽ മാത്രമേ നടന്നിട്ടുള്ളൂ പറയുന്നത്. അപ്പോൾ പൊതുവേ നമുക്ക് ഇതിൽ നിന്ന് ആചാര്യന്മാർ പറഞ്ഞു തരുന്ന പാഠം എന്താണെന്ന് വെച്ചാൽ, ഭക്തിയിൽ മുന്നേറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏകാദശി നോൽക്കണം. അത് അതിൻ്റെ ഫലം എങ്കിൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് ഗുണമുള്ളൂ, അല്ലെങ്കിൽ ഗുണം ചെയ്യുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറുടെ കാലം എന്നൊക്കെ പറയുന്നത് 60, 50 ആകുന്ന സമയത്ത് അന്നൊക്കെ വളരെ ഫേവറബിൾ ആയിട്ടുള്ളതാണെങ്കിലും അന്ന് കൂടുതൽ പ്രചരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എടുത്ത ഒരു കടും കൈയാണെന്നാണ് വേണം മനസ്സിലാക്കാൻ. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നീർജൽ, ഫല, അനുകൽപ, ഇങ്ങനെ 3 തരത്തിൽ നമുക്ക് ഫാസ്റ്റിംഗ് ചെയ്യാൻ പറ്റും. അതിന്റെ പെർസെൻറ്റേജും റിസൾട്ടും ഒക്കെ അത് എത്ര തവണ നമ്മൾ കഴിക്കുന്നു അല്ലെങ്കിൽ എപ്പോഴാണ് കഴിക്കുന്നത് അനുസരിച്ചിട്ടും ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനിയിപ്പോ ഈ ഏകാദശി എങ്ങനെയാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണ് ഏകാദശി, അല്ലെങ്കിൽ എന്താണ് ഏകാദശിയുടെ മാഹാത്മ്യം എന്നും കൂടെ നമുക്ക് അറിയാൻ കുറച്ച് ശ്രമിക്കാം. അതായത് വളരെ വർഷങ്ങൾക്ക് മുൻപ് ജൈമിനി ഋഷി അദ്ദേഹത്തിൻ്റെ ഗുരുവായ വ്യാസദേവ മഹർഷിയോട് ചോദിച്ചു ഒരു സന്ദർഭത്തിൽ, അതായത് എന്താണ് ഏകാദശി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
അല്ലെങ്കിൽ ഏകാദശി ദിവസം എങ്ങനെയാണ് നമ്മൾ ഉപവസിക്കേണ്ടത്? അഥവാ ഏകാദശി ദിവസം ഉപവസിക്കാനോ അല്ലെങ്കിൽ ആചരിക്കാനോ കഴിയാത്തവർക്ക് എന്ത് സംഭവിക്കുന്നു? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ അന്ന് ജൈമിനി ഋഷി വ്യാസദേവനോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെയാണ് നമ്മൾ ഇപ്പോഴും ചോദിക്കുന്നത്. പക്ഷേ ഈ ചോദ്യങ്ങളൊക്കെ ആദ്യമേ ഈ ജൈമിനി ഋഷി അദ്ദേഹത്തിൻ്റെ ഗുരുവായ ആധ്യാത്മിക ഗുരുവായ വ്യാസദേവനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വിഷ്ണു ആണ് ആക്ച്വലി. അപ്പോൾ അതിന് കഥയായിട്ട് അദ്ദേഹം പറയാണ്, വ്യാസദേവൻ വിഷ്ണു ഭഗവാനാണ് ആക്ച്വലി ഒരിക്കൽ ഒരു പാപപുരുഷനെ ക്രിയേറ്റ് ചെയ്തത് എന്ന് പറഞ്ഞു. ആ പാപപുരുഷൻ എന്തിനാണെന്ന് വെച്ചാൽ എല്ലാവരെയും പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരെയും പണിഷ് ചെയ്യാന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പാപങ്ങൾ ചെയ്യുന്നവരെ പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരിക്കൽ പിന്നെ വിഷ്ണു യമരാജന്റെ അടുത്തേക്ക് പോയി. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം യമരാജനാണ് പണിഷ്മെന്റ് കൊടുക്കുന്ന ധർമ്മരാജൻ, ഭഗവാന്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെയൊക്കെ റെപ്രസെൻറ്റേറ്റീവ്, ഭഗവാന്റെ ഭക്തൻ, ഭഗവാന്റെ റെപ്രസെൻറ്റേറ്റീവ് എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം യമരാജനാണ് എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള യമരാജന്റെ അടുക്കിലേക്ക് വിഷ്ണു ഒരു ദിവസം പോയി. വൈകുണ്ഠത്തു നിന്ന് നേരെ യമലോകത്തേക്ക് പോയി, യമരാജന്റെ അടുത്ത് കാണാൻ പോയി. അവിടെ പോയപ്പോൾ ആ യമരാജന്റെ അടുത്ത് പോകുന്ന സമയം തന്നെ, ആ കയറിയതും തന്നെ ഒരുപാട് ആളുകൾ ആ യമരാജന്റെ അണ്ടറിൽ ഭയങ്കര ഉച്ചത്തിൽ നിലവിളിക്കുകയും അലറുകയും ഭയങ്കര നിലവിളിയൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഹൊറിബിളായിട്ടുള്ള ഒരു ശബ്ദങ്ങളൊക്കെ പ്രകടിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ വിഷ്ണുവിന് ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് വലിയൊരു കരുണ തോന്നി. ഇതാരാണ് ഇത്രയും നിലവിളിച്ച് ഉച്ചത്തിലൊക്കെ കരയുന്നത്? ഇത്രയും ഒരു കഠിനമായിട്ടുള്ള കഷ്ടപ്പാടിലൂടെയൊക്കെ സഹിച്ചു പോകുന്ന ഒരാൾക്കാരുടെ പോലെ ഉണ്ടല്ലോ ശബ്ദം, ആരാണ് എന്ന് ചോദിച്ചു. എന്തിനാണ് അവർ കരയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ യമരാജൻ പറഞ്ഞു, അങ്ങ് ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ അങ്ങ് തന്നെ ഉണ്ടാക്കിയ, അങ്ങ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാപപുരുഷൻ ആണ് അതിന് ഉത്തരവാദി. അദ്ദേഹമാണ് ആ പാപികളെയെല്ലാം പണിഷ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ആയതുകൊണ്ട് അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വിഷ്ണുവിന് പിന്നെയും വീണ്ടും ഭയങ്കര കരുണ തോന്നി, അതുപോലെ തന്നെ ഭയങ്കര ദുഃഖം തോന്നിയിട്ട് പറഞ്ഞു, എങ്ങനെയാണ് അപ്പം നമ്മൾക്ക് അത്തരത്തിലുള്ള ആളുകളെയൊക്കെ ഈ സ്ഥിതിയിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കുക? ഈ ഇത്രയും ഹൊറിബിളായിട്ടുള്ള ഈ കരച്ചിലിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് മോചിപ്പിക്കാൻ സാധിക്കുക എന്ന് യമരാജനോട് ചോദിച്ചു. അപ്പോൾ യമരാജ് പറഞ്ഞു, അതെനിക്കറിയില്ല, അങ്ങാണ് ഈ പാപപുരുഷനെ ക്രിയേറ്റ് ചെയ്തത്, അങ്ങ് തന്നെ ഇനിയിപ്പോൾ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വിഷ്ണു ഭഗവാന്റെ കമ്പാഷൻ വീണ്ടും ആ അത്തരത്തിലുള്ള പാപികളായിരിക്കുന്ന ആളുകൾ മോൾ കാണിക്കാൻ തുടങ്ങിയപ്പോൾ, അതായത് എമോഷണലായിട്ടും അല്ലെങ്കിൽ ഫിസിക്കലായിട്ടും ഭയങ്കരമായിട്ട് അതിനോട് താല്പര്യം തോന്നി. അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ എന്താണ് ഒരു പോംവഴി എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക തന്നെ വിഷ്ണുവിൻ്റെ ഇടതുഭാഗത്ത് നിന്ന് ഒരു സ്ത്രീ രൂപം പ്രത്യക്ഷപ്പെട്ടു പുറത്ത്. അപ്പോൾ ആ സ്ത്രീയാണ് ഏകാദശി. എന്നിട്ട് ഏകാദശി ആയിരിക്കുന്ന ആ സ്ത്രീ പറഞ്ഞു, ഈ ദിവസം മുതൽ ആരെല്ലാം ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നോ, ഭഗവാനെ സേവനമനുഷ്ഠിക്കുന്നോ, ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്നോ, അവരെല്ലാവരും തന്നെ ഞാൻ ഉറപ്പ് നൽകുന്നു ഇത്തരത്തിലുള്ള പാപകർമ്മങ്ങളിൽ നിന്ന് രക്ഷപ്പെടും എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഏകാദശി വിഷ്ണുനാമം ചൊല്ലാൻ തുടങ്ങിയതും അവിടെ ഉണ്ടായിരുന്ന എല്ലാ പാപികളും മോക്ഷം കിട്ടി ഭഗവാന്റെ വൈകുണ്ഠത്തേക്ക് പോയി. അപ്പോൾ വിഷ്ണു ചോദിച്ചു, നീ ആരാണ്, അല്ലെങ്കിൽ നീ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഏകാദശി പറയാണ്, ഞാൻ അങ്ങയുടെ ഒരു സെർവൻ്റാണ്, എൻ്റെ പേരാണ് ഏകദാസി, ഞാൻ അങ്ങയുടെ ഒരു ദാസിമാരിൽ ഒരു ദാസിയാണ്, ഒരു സെർവൻ്റാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും ഏകാദശി പറഞ്ഞു, ആരൊക്കെ ഈ ഏകാദശി ദിവസം അങ്ങയുടെ നാമം, ഹരിനാമം ചാൻറ്റിങ് ചെയ്യുന്നു അല്ലെങ്കിൽ ജപിക്കുന്നു, അവരെല്ലാവരും തന്നെ അവരുടെ പാപ പ്രതികരണങ്ങളിൽ നിന്നും പാപത്തിൽ നിന്നൊക്കെ
രക്ഷപ്പെട്ട് മോചിപ്പിച്ച് അല്ലെങ്കിൽ മോക്ഷം ലഭിച്ച് അവരെല്ലാവരും തന്നെ അങ്ങയുടെ ധാമത്തിലേക്ക് എത്തും എന്ന് പറഞ്ഞു. അപ്പോൾ വിഷ്ണു അത് ഓക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ചാൻറ്റ് ചെയ്യാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന സകല ആൾക്കാരും ചാൻറ്റ് ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ ആ യൂണിവേഴ്സിലുള്ള എല്ലാവരും ചാൻറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും മോക്ഷം ലഭിച്ച് യമരാജൻ്റെ അവിടെ നിന്നുള്ള എല്ലാ ആൾക്കാരും അവിടെ നിന്ന് പാപികളായിട്ടുള്ള എല്ലാവരും തന്നെ അവിടെ നിന്ന് നേരെ ഭഗവാന്റെ അരികിലേക്ക് പോയി. അവസാനം പാപപുരുഷൻ ഒറ്റപ്പെട്ടു പോയി. അപ്പോൾ പാപപുരുഷൻ പിന്നെ എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് അദ്ദേഹം വൈകുണ്ഠത്ത് പോയിട്ട് വിഷ്ണുവിനെ കണ്ടു. അപ്പോൾ പാപപുരുഷൻ വിഷ്ണുവിൻ്റെ അടുത്ത് പറയാണ്, അങ്ങ് യമരാജൻ പറയുന്ന അങ്ങ് കേൾക്കുന്നു, അതുപോലെ തന്നെ അവിടെയുള്ള പാവികളായിരിക്കുന്ന ആളുകളുടെ കരച്ചിൽ കേട്ട് നിങ്ങൾ ഭഗവാൻ അത് കേട്ടു, ഏകാദശി പറയുന്നത് അങ്ങ് കേട്ടു നടന്നു. അപ്പോൾ എൻ്റെ കാര്യത്തിൽ എന്താണ് തീരുമാനം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ കർത്തവ്യം അല്ലെങ്കിൽ എൻ്റെ ഡ്യൂട്ടി, പ്രത്യേകിച്ച് ഈ പാപികളെയൊക്കെ ഞാൻ ശിക്ഷിക്കുന്നത് എല്ലാം ഇനിയിപ്പോൾ എന്തു ചെയ്യും, ഞാൻ എങ്ങനെയാണ് ഞാൻ ഇനി ഇത് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അതല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ വിഷ്ണുവിനോട് ചോദിച്ചു. അപ്പോൾ വിഷ്ണു പറഞ്ഞു, ശരി, ഇനിയിപ്പോൾ നിനക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ നീ ഇവിടെ നിന്ന് സ്ഥലം വിട്ടോ എന്ന് പറഞ്ഞു. ഇവിടുന്ന് വെക്കോളൂ പറഞ്ഞു, ഈ രാജ്യഭരണത്തിൽ ഈ ഇവിടെ നിന്ന് സ്ഥലം വിട്ടോളൂ പറഞ്ഞു. അപ്പോൾ പാപപുരുഷൻ പറഞ്ഞു, ഇതെല്ലാം അങ്ങയുടെ സ്ഥലമല്ലേ, ഈ യൂണിവേഴ്സ് തന്നെ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് തന്നെ അങ്ങയുടെ സ്ഥലമല്ലേ, അപ്പോൾ ഞാൻ ഈ യൂണിവേഴ്സും കഴിഞ്ഞിട്ട് വേറെ എവിടെയാ പോവുക, അങ്ങ് തന്നെ പേര് തന്നെ ജഗന്നാഥ് അല്ലേ, ജഗത്തിൻ്റെ നാഥ്. അപ്പോൾ ഞാൻ അങ്ങയുടെ ഈ കിങ്ഡം ആയതുകൊണ്ട് അല്ലെങ്കിൽ രാജ്യമായതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ നിന്നിട്ട് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ വിഷ്ണു പറഞ്ഞു, ഇതുപോലെ എപ്പോഴൊക്കെയാണോ അവൾ ഐ മീൻ ഏകാദശി ആക്റ്റീവ് അല്ലാത്തത് ആ ദിവസം നിനക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ എപ്പോഴെല്ലാം ഏകാദശി പിന്നെ ഒളിഞ്ഞിരിക്കുന്നു ആ സമയത്ത് ഞാൻ എവിടെ ഇരിക്കും എന്ന് ചോദിച്ചു. സോറി, ഏകാദശി ബാക്കിയുള്ള സമയത്തൊക്കെ എവിടെ വേണമെങ്കിലും ഇരിക്കാം. ഏകാദശി ദിവസം ഏകാദശി വരുന്ന സമയത്ത് നീ വേണം ഒളിഞ്ഞിരിക്കാൻ എന്ന് പറഞ്ഞു. കാരണം ഏകാദശി നിന്നെ കണ്ടു കഴിഞ്ഞാൽ വിടില്ല, അതുകൊണ്ട് ഏകാദശി വരുന്ന ദിവസം നീ ഒളിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാപപുരുഷൻ വെച്ച്, ഞാൻ എവിടെയാ ഒളിഞ്ഞിരിക്കേണ്ടത്, എനിക്ക് പ്രത്യേക സ്ഥലമൊന്നും തന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. കാരണം അങ്ങയുടെ യൂണിവേഴ്സാണ്, എല്ലാ കിങ്ഡവും യൂണിവേഴ്സും എല്ലാം അങ്ങയുടെ കയ്യിലാണ്. അപ്പൊ വിഷ്ണു പറഞ്ഞു, വളരെ പുഞ്ചിരി തൂക്കിയിട്ട് പറഞ്ഞു, ഏകാദശി എന്ന് പറയുന്നത് 11ാമത്തെ ദിവസമാണ് മാനിഫെസ്റ്റ് ആകുക. അപ്പോൾ ആ ദിവസം നീ ഈ ധാന്യങ്ങളിലും പയറുവർഗ്ഗങ്ങളിലൊക്കെ കയറിയിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ പൊതുവേ പറയുന്നത്, ഈ ഏകാദശി ദിവസം പാപപുരുഷനെല്ലാം ഏകാദശിയെ പേടിച്ചിട്ട് അല്ലെങ്കിൽ ഏകദാസിയെ പേടിച്ചിട്ട് കരുണയുടെ അവതാരമായ കരുണയുടെയും അല്ലെങ്കിൽ സെർവൻ്റായ ഈ ഏകാദശിയെ പേടിച്ചിട്ട് പാപപുരുഷൻ ഈ ധാന്യങ്ങളിലും അതുപോലെ തന്നെ പയർവർഗ്ഗങ്ങളിലൊക്കെ ഇരിക്കാൻ തുടങ്ങിയത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഏകാദശി ദിവസം ഗ്രെയിൻസ് അല്ലെങ്കിൽ ബീൻസ് അല്ലെങ്കിൽ ധാന്യങ്ങളും പയർവർഗ്ഗങ്ങളും ഒന്നും കഴിക്കാൻ പാടില്ല. അന്ന് നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ പാപപുരുഷനെയും കൂടി നമ്മൾ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് വീണ്ടും ആ പാപപുരുഷനെ കൊണ്ടുള്ള പണിഷ്മെന്റ് നമുക്ക് എവിടെയായിരിക്കും, യമരാജന്റെ സ്ഥലത്ത് നമുക്ക് ലഭിക്കേണ്ടി വരും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഏകാദശി ഫാസ്റ്റിംഗ് അന്നത്തെ ദിവസം നമ്മൾ ധാന്യങ്ങളൊന്നും കഴിക്കരുത് എന്ന് പറയാൻ കാരണം. പ്രത്യേകിച്ച് പ്രഭുപാദർ ശ്രീമദ് ഭാഗവതത്തില് 9ാമത്തെ ഖണ്ഡം 4ാമത്തെ അധ്യായത്തിൽ 29ാമത്തെ ശ്ലോകത്തിന്റെ പർപ്പട്ടില് അല്ലെങ്കിൽ ഭാവാർത്ഥത്തില് പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ഏകാദശി ദിവസം ധാന്യങ്ങൾ കഴിക്കുന്നത് ഒരു പാപമാണ്. എന്തുകൊണ്ടെന്നാൽ പാപപുരുഷൻ ആ ധാന്യങ്ങളിലൊക്കെ വസിക്കുന്നു എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതിൽ. ചില പ്രഭുപാദരുടെ ഈ പർപ്പട്ടിൽ അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഏകാദശി ദിവസം ധാന്യങ്ങൾ കഴിക്കാത്തതും അതുപോലെ തന്നെ ഏകാദശി ദിവസം നമ്മൾ നാമം ജപിക്കുന്നതിൻ്റെയൊക്കെ പ്രാധാന്യവും അല്ലെങ്കിൽ ഉപവസിക്കുന്നതിൻ്റെ പ്രാധാന്യം, ഭഗവാനെ ലീലകളും എല്ലാം ഓർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ അരികിലേക്ക് പോകാമെന്നുള്ള ഒരു കാര്യവും എല്ലാം സംഭവിക്കുമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടെ നമ്മൾ ആചരിക്കുന്നത്. അങ്ങനെ നമുക്ക് 3 തരത്തിൽ നമുക്ക് അത് ഫാസ്റ്റിങ്ങും ചെയ്യാൻ പറ്റും. നീർജൽ, ഫൽ, പിന്നെ അനുകൽപ്പ, ഇങ്ങനെ 3 തരത്തിൽ നമുക്ക് ഫാസ്റ്റിംഗ് ചെയ്യാനും കഴിയും. അപ്പോൾ
ആ 3 വിധത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് അതാത് തോതിൽ, അതാത് ഡിഗ്രി ഓഫ് പെർസെൻറ്റേജ് അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. ആധ്യാത്മികമായാലും ഭൗതികമായാലും അല്ലെങ്കിൽ ആരോഗ്യകരമായാലും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് ഈ ഏകാദശിയെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ചില ജനറലായിട്ടുള്ള ഒരു വിഷയങ്ങളും. പിന്നെ ഇതേപോലെ തന്നെ വേറൊരു സമയത്തും ഈ ഒരു സംഭവം ഇതുപോലെ ഏകാദശി വന്നിട്ട് വിഷ്ണുവും അതുപോലെ തന്നെ വിഷ്ണു ഭഗവാനും പിന്നെ അതുപോലെ മുര എന്ന് പറയുന്ന ഒരു അസുരനും തമ്മിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഏകാദശി പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതിൻ്റെ കഥയും ഇങ്ങനെ തന്നെയാണ്. അതായത് വിഷ്ണു മുര എന്ന് പറയുന്ന ഒരു അസുരനും കൂടെ വർഷങ്ങളോളം യുദ്ധം ചെയ്ത് അവസാനം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൊണ്ടുള്ള അടിയിലായി മത്സരം അല്ലെങ്കിൽ യുദ്ധം. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം വിഷ്ണുവിന് ക്ഷീണം തോന്നിയിട്ട് ഒരു ഗുഹയ്ക്കകത്ത് കയറിയിട്ട് ഒളിച്ചിരിക്കും. അപ്പോൾ മുര കയറി നോക്കുന്ന സമയത്ത് വിഷ്ണുവിനെ കാണില്ല. വിഷ്ണുവിനെ കാണാതെ വന്ന് വെളിയിൽ വന്ന് കിടക്കുന്ന സമയത്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മുരയെ എന്ന് പറയുന്ന അസുരനെ കൊല്ലാനായിട്ട് ഒരു ദേവി അവിടെ പ്രത്യക്ഷപ്പെടും. ആ ദേവി ആ മുരയെ ഒരൊറ്റ ഇടി കൊണ്ട് വധിച്ചു കളയും. അപ്പോൾ ഇത് എന്തോ കഴിഞ്ഞു എന്നുള്ള പ്രതീതിയിൽ വിഷ്ണു കുറച്ച് ഉറക്കം കഴിഞ്ഞൊരു മയക്കം കഴിഞ്ഞ് വെളിയിൽ വന്ന് നോക്കുന്ന സമയത്ത് മുര എന്ന് പറയുന്ന അസുരൻ മരിച്ചു കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് ആരാണെന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഒരു ദേവി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ചോദിക്കും, നീ ആരാണ്, നീ എന്താണ് ഇവിടെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അപ്പോഴും പറയും, ഞാനാണ് ഏകദാസി, ഞാൻ അങ്ങയുടെ എന്താ പറയുക കരുണയുടെയും കൃപയുടെയൊക്കെ ഒരു പെർസണിഫിക്കേഷനാണ്, കമ്പാഷൻ്റെയും മേഴ്സിൻ്റെയൊക്കെ പെർസണിഫിക്കേഷൻ ആയിട്ടുള്ള ഒരു ദേവിയാണ്. എനിക്ക് അങ്ങ് നൽകുന്ന മോക്ഷത്തെക്കാളൊക്കെ ഫാസ്റ്റായിട്ട് ഈ ജീവാത്മാക്കൾക്കായാലും എല്ലാവർക്കായാലും മോക്ഷം നൽകാൻ സാധിക്കും. കാരണം അങ്ങയുടെ നാമം ജപിക്കുന്നതിലൂടെ ഇവർക്കെല്ലാം ഈ ഏകാദശി ദിവസം അങ്ങയുടെ നാമം ജപിക്കുന്നതിലൂടെ മാത്രം മോക്ഷം എളുപ്പത്തിൽ ലഭിക്കുന്ന ഒരു ദിവസം കൂടെയാണ് ഈ ഏകാദശി ദിവസം എന്ന് പറയും. അപ്പോൾ അത്തരത്തിൽ വളരെ കൃപാലുവായിട്ടുള്ള ഒരു ദേവിയാണ് ഏകാദശി ദേവി. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, തുളസിയും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അംഗമാണ് ഭക്തിയുടെ ഭാഗത്തിൽ നോക്കുമ്പോൾ. അതേപോലെ തന്നെ ഏകാദശിയും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, ഭഗവാൻ ഇഷ്ടപ്പെട്ട ദിവസമാണ് ഏകാദശി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഏകാദശിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുമ്പോൾ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു ഒരു ഭക്തന്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഭക്തിയുത സേവനത്തിൽ അത് എത്രമാത്രം പങ്കുവഹിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ഇനി ചോദിക്കാം. ഇന്നത്തെ ക്ലാസ്സിനെ പറ്റി ചോദിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഉചിതം. ജനറൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ഞാനത് അതിനുള്ള ആൻസർ പറയാൻ ശ്രമിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഈ ഏകാദശി ദിവസം ഇങ്ങനെ ഫിക്സ് ഒക്കെ ഉണ്ടാവണ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു അസ്വസ്ഥത ഉണ്ടാവണം, അത് എന്തുകൊണ്ടാണ്? ഇതിനെ സംബന്ധിച്ചല്ല, അങ്ങനെ ഓക്കെ. അപ്പോൾ ഇതൊരു ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നമാണ്. പ്രത്യേകിച്ച് ആ കുട്ടിക്ക് നേരത്തെ ഫിക്സ് ഉള്ളതാണോ അതോ ഇത് ഏകാദശി ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ മാത്രമാണോ? അതിന് ചെറിയ കുട്ടിയമ്മ ഉണ്ടായ ശേഷം മരുന്ന് കഴിക്കുന്നതാണ്. പക്ഷെ ഈ സമയത്ത് ഒരു പ്രത്യേകമായിട്ട് ഒരു അസ്വസ്ഥത ഉണ്ടാവാറുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ അവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് ചിലപ്പോ ഈ ഫാസ്റ്റിങ്ങിലൂടെ അവർക്ക് കിട്ടേണ്ട ഹെൽത്ത് ഇൻപുട്സ് അവർക്ക് കിട്ടാതെ വരുന്ന സമയത്താണ് ഈ സിംറ്റംസ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഏകാദശി കാരണമല്ല, അത് ഫാസ്റ്റിംഗ് കാരണമാണ്. അപ്പോൾ നമ്മൾ അത് ഫാസ്റ്റിംഗ്, അത് കംപ്ലീറ്റ് ഫാസ്റ്റിങ്ങിന് പകരം നമ്മൾ ഈ പറഞ്ഞ പോലെ അനുകൽപ പ്രസാദം കഴിച്ചിട്ട് നമ്മൾ വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അത് മാറാൻ സാധ്യതയുണ്ട്. നമ്മൾ കംപ്ലീറ്റ് ഫാസ്റ്റിംഗ് നിർജ്ജലോ അല്ലെങ്കിൽ നീർജലോ അല്ലെങ്കിൽ ഫലങ്ങൾ മാത്രം കഴിച്ചിട്ടൊക്കെ ആകുമ്പോൾ സമയത്ത് ചിലപ്പോൾ ഈ പ്രശ്നമാണെങ്കിൽ നമ്മൾ അനുകൽപ പ്രസാദം, കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള ഫുഡ്, പ്രസാദം കഴിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ നമുക്ക് ഇത് വരാൻ സാധ്യത കുറവാണ്.
ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പ്രഭു, ഈ ഏകാദശി ദിവസങ്ങളിൽ വെള്ളം പോലും കുടിക്കാതെ ഏകാദശി വ്രതം എടുക്കുന്ന ആൾക്കാരുണ്ട് പ്രഭു. പക്ഷെ ഭഗവാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളതായിട്ട് പ്രഭു പറഞ്ഞത് ധാന്യങ്ങൾ മാത്രം ഉപേക്ഷിക്കണമെന്നാണ്. അപ്പം ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും. അപ്പം നമ്മൾ അങ്ങനെ എടുക്കുന്നത് കൊണ്ട് എങ്ങനെയാണ് പ്രഭു ഇത് രണ്ടും തമ്മിൽ താരതമ്യമാകുന്നത്? ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും നമ്മൾ ധാന്യങ്ങൾ മാത്രം കഴിക്കരുത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ എങ്കിലും നമ്മുടെ ഭക്തിയുടെ ഡിഗ്രി, എന്താ പറയാന്, ഭക്തിയുടെ ഡിഗ്രി എന്ന് പറയുന്നതിന് പകരം എന്താ വേറെ പറയാ വേർഡ്, നമ്മൾ എത്രത്തോളം പ്രോഗ്രസ് ആകുന്നോ അതിനനുസരിച്ച് അളവിൽ എന്ന് പറയാമോ? അളവില്ല, അതെ, നമ്മുടെ ഭക്തിയുടെ അളവ് അനുസരിച്ചിരിക്കും നമ്മുടെ ഫാസ്റ്റിംഗ് എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മൾക്ക് ഒരു ഉദാഹരണം, ഒരു ജനറൽ ആയിട്ട് ഒരു വേഗമായിട്ടുള്ള ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികളും ചെറുപ്പക്കാരും കഴിക്കുന്ന ഭക്ഷണമായിരിക്കില്ല നമ്മൾ വയസ്സാകുന്ന സമയത്ത് കഴിക്കുന്നുണ്ടാകുക. ക്വാണ്ടിറ്റി പൊതുവെ കുറഞ്ഞിരിക്കും, ഇല്ലേ? നമുക്ക് ആവശ്യത്തിലധികം അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടായാലും നമുക്ക് കഴിക്കാൻ സാധിക്കില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്ത് അതിനെ അലോ ചെയ്യുന്നില്ല. എന്ന് പറയുന്ന പോലെ ഭക്തിയിൽ നമ്മൾ പ്രോഗ്രസ് ആകും തോറും നമ്മുടെ ആസ്റ്ററിറ്റി, തപശ്ചര്യ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ധാന്യങ്ങൾ കഴിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ധാന്യങ്ങൾ കഴിക്കാൻ പാടില്ല എന്നതിന് പകരം കഴിക്കാൻ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് ചിലപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി തീവ്രതയേറിയിട്ടുള്ള അളവും നമുക്കുണ്ടായിരിക്കും. അപ്പൊ അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ധ്രുവ മഹാരാജ് പല തരത്തിലുള്ള ആസ്റ്ററിറ്റി, തപശ്ചര്യയിലൂടെയാണ് അദ്ദേഹത്തിന് മഹാവിഷ്ണുവിനെ കാണാൻ സാധിച്ചത്. അപ്പോൾ ആസ്റ്ററിറ്റി, തപശ്ചര്യന്റെ ഒരു ഭാഗം കൂടിയാണ് ഏകാദശിയിലൂടെ നമ്മൾ നേടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അതിനൊരു ഗ്രേഡേഷൻ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇങ്ങനെ നിങ്ങൾക്ക് നിർജ്ജലിലൂടെ അനുഷ്ഠിക്കാം, അല്ലെങ്കിൽ നീർജലിലൂടെ അനുഷ്ഠിക്കാം. അപ്പൊ ഇതൊന്നും തന്നെ ഗ്രെയിൻസോ ബീൻസോ ഇല്ല ഇതിനകത്ത്. അപ്പൊ അതിന് പകരം നമുക്ക് എന്തെങ്കിലും ശരീരത്തിന് വേണ്ടേ എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട്, അല്ലെങ്കിൽ തുടക്കക്കാർക്കും അതുപോലെ തന്നെ നമ്മുടെ ഭക്തിയുടെ അളവ് കുറഞ്ഞും കൂടിയൊക്കെ ഓരോരുത്തരിൽ ഇരിക്കുന്നതുകൊണ്ട്, കുറഞ്ഞ ആൾക്കാർക്ക് ഇച്ചിരി അവർ വെള്ളമെങ്കിലും കുടിച്ചോട്ടെ, അല്ലെങ്കിൽ അവർ പഴങ്ങളെങ്കിലും കഴിച്ചോട്ടെ, അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ മറ്റുള്ള ധാന്യങ്ങളല്ലാത്തൊക്കെ കഴിച്ചോട്ടെ, പക്ഷെ എങ്കിലും അവർ ഭഗവാനെ ഓർത്തിരിക്കണം എന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഫാസ്റ്റിംഗ് സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അത് ഒരു റൂളല്ല. നിങ്ങൾ ധാന്യങ്ങൾ മാത്രമല്ല കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ, പിന്നെ എന്തുകൊണ്ടാണ് ഇത് കഴിക്കുന്നത് എന്ന് പറയാൻ കാരണം നമ്മുടെ ശരീരവും നിലനിർത്തണമല്ലോ നമുക്ക്. അപ്പൊ ഈ ശരീരം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഈ 3 രീതിയിൽ നമുക്ക് നിലനിർത്താം എന്ന് കാണിച്ചു തന്നിട്ടുള്ള മഹാത്മാക്കളുണ്ട്. ഇപ്പൊ അംബരീഷ് മഹാരാജ് ഇതേപോലെ നീർജൽ ഒരു വർഷത്തിലെ 24 ഏകാദശിയും ഒരു മാസത്തിൽ 2 ഏകാദശി പ്രകാരം 24 ഏകാദശിയും നിർജൽ ഫാസ്റ്റിംഗ് എടുത്തിട്ടാണ് അദ്ദേഹം ആരെയാണ് അവസാനം ഷെരീദ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഗസ്റ്റായിട്ട് വന്നത്? കഥ അറിയാമോ? ദുർവാസ മുനി. അപ്പൊ ദുർവാസ മുനിക്ക് ഉള്ള പവർ ആ സമയത്തൊന്നും വേറെ ആർക്കും ഉണ്ടായിരുന്നില്ല. അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു ബ്രാഹ്മണനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ചിന്തയും അതുപോലെ പ്രവൃത്തിയെല്ലാം തന്നെ ഭഗവാനോട് ചേർന്നതല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ഭക്തനെ തിരിച്ചറിയാനുള്ള കാര്യം അദ്ദേഹം മറന്നുപോയി. പക്ഷെ അംബരീഷ മഹാരാജ എന്ന് പറയുന്ന ഒരു ക്ഷത്രിയനുമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പവർ എന്ന് പറയുന്നത് ഭക്തിയും ഭഗവാനോടുള്ള സ്നേഹവും അല്ലെങ്കിൽ പ്രേമവും ഭക്തിയുടെ സേവനവുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം 24 ഏകാദശി അദ്ദേഹം എടുത്തതിന്റെ പവർ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ തപശ്ചര്യ അനുഷ്ഠിച്ചുകൊണ്ടാണ് ദുർവാസ മുനി പോലും അവിടെ തോറ്റുപോയത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഭക്തി എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം മുന്നേറുന്നോ അത്രത്തോളം നമ്മുടെ കഠിനമായിട്ടുള്ള തപശ്ചര്യം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ അതിലൊരു ഭാഗമാണ് ഏകാദശി. അപ്പൊ ആ ഏകാദശി ദിവസം നമ്മൾ അനുഷ്ഠിക്കുന്ന തപശ്ചര്യയുടെ ഏറ്റക്കുറച്ചിലുകളാണ് ഈ പ്രസാദത്തിന്റെ നമ്മുടെ ഇൻടേക്ക്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന പ്രസാദം എന്നാണ് പറയാനുള്ളത്. ഹരേ കൃഷ്ണ. മനസ്സിലായി പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഏകാദശിയുടെ തിഥി ഇപ്പൊ എങ്ങനെ, പലർക്കും നമുക്ക് പോയി പഞ്ചാംഗം നോക്കുന്നവർക്കല്ലാണ്ട് ഏകാദശി തിഥി എങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടതെന്നുള്ളത് ഒന്ന് പറഞ്ഞുതരാമോ? ഹരേ കൃഷ്ണ. ഇപ്പൊ ഓക്കെ. അപ്പൊ ഈ ചോദ്യം നമുക്ക് പൊതുവെ കേരളത്തിലുള്ളവർക്ക് വരാവുന്ന ചോദ്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ പഞ്ചാംഗമുണ്ട് കേരളത്തില്.
അതുപ്രകാരം പല ഏകാദശിയൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറാറുണ്ട് വൈഷ്ണവ ആചാരപ്രകാരമുള്ള ഏകാദശി നോക്കുന്ന സമയത്ത്. അപ്പൊ അതിന് നമുക്ക് ഇസ്കോണിൽ ഒരു പ്രത്യേക കലണ്ടർ സിസ്റ്റം ഉണ്ട്, വൈഷ്ണവ കലണ്ടർ എന്ന് പറഞ്ഞിട്ട്. അതില് പല നമ്മുടെ മുതിർന്ന ഭക്തന്മാര് ഈ ആസ്ട്രോളജി പഠിച്ചിട്ടും ആസ്ട്രോണമി പഠിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്ര ശാഖകളെല്ലാം പഠിച്ചിട്ട് നമ്മുടെ കാൽക്കുലേഷൻ അനുസരിച്ച്, ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറും ഒരു ആസ്ട്രോളജറും ആസ്ട്രോണമിയും ഒക്കെ പഠിച്ച വലിയ മുതിർന്ന ഒരു പണ്ഡിതനൊക്കെ ആയിട്ടുള്ള അദ്ദേഹം തന്നെയായിരുന്നു ഏകാദശിയുടെ നാളൊക്കെ കുറിച്ചിട്ടുണ്ടായിരുന്നത്. ഈവൻ അദ്ദേഹത്തിന്റെ നാടായ ബംഗാൾ മാത്രമല്ല, ഒറീസ അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലൊക്കെ അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് അദ്ദേഹമായിരുന്നു ഈ കാൽക്കുലേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് വൈഷ്ണവ ആചാരപ്രകാരം. അത് നമ്മൾ പിൽക്കാലത്ത് പിന്നെ തുടർന്ന് ഇപ്പൊ നമുക്ക് ഇവിടെ ഇസ്കോണിന്റെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ പ്രകാരമാണ് നമ്മുടെ കാൽക്കുലേഷൻ. അപ്പൊ ആ കാൽക്കുലേഷൻ പ്രകാരം നമുക്കൊരു വൈഷ്ണവ കലണ്ടർ ഉണ്ട്. ആ കലണ്ടർ പ്രകാരമാണ് നമ്മൾ ആചരിക്കുന്നത്. അപ്പൊ അതില് ഈ പറഞ്ഞ പോലെ പഞ്ചാംഗത്തിനനുസരിച്ചും നമ്മുടെ വൈഷ്ണവ കലണ്ടറിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചില സമയത്ത് വരാറുണ്ട്. ഇപ്പോൾ ചില സമയത്ത് ഏകാദശി എന്ന് പറയുന്നത് നമുക്ക് തിങ്കളാഴ്ചയാണെങ്കിൽ ചിലപ്പോൾ പഞ്ചാംഗ കലണ്ടർ അനുസരിച്ചിട്ട് ചിലപ്പോൾ അവർ എടുക്കുന്നുണ്ടാകുക ഞായറാഴ്ചയായിരിക്കാം. ചിലപ്പോൾ അതായത് അവർ ഏകാദശിയിലെ ആദ്യ ഭാഗമായിരിക്കും അവർ ആദ്യം എടുക്കുന്നുണ്ടാകുക. അപ്പോൾ അത് ചിലപ്പോൾ തിങ്കളാഴ്ചയ്ക്ക് പകരം ഞായറാഴ്ച ആണെങ്കിൽ അവരത് ഏകാദശിയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടാടും. പക്ഷെ നമ്മൾ വൈഷ്ണവന്മാർ അവസാന സമയത്തായിരിക്കും എടുക്കുകയാണെങ്കിൽ അത് തിങ്കളാഴ്ച ആയിട്ടും മാറും. അപ്പം അങ്ങനെ ചെറിയ ഒരു മൈനർ ഡിഫറൻസ് വരാൻ ഉള്ളത് കൊണ്ട് നമ്മൾ പൊതുവെ പഞ്ചാംഗം ഫോളോ ചെയ്യാറില്ല. നമ്മൾ വൈഷ്ണവ കലണ്ടറാണ് ഫോളോ ചെയ്യുക. അപ്പോൾ ആ കലണ്ടർ ഇന്ന് അടുത്തുള്ള ഇസ്കോൺ സെന്ററുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എപ്പോഴാണ് ഈ ഏകാദശി വരുന്നത്. അപ്പോൾ ഈ ആഴ്ചയിൽ നമുക്കൊരു ഏകാദശി വരുന്നുണ്ട്. 31-ാം തീയതിയാണ് കാമിക ഏകാദശി. ആ കാമിക ഏകാദശി കഴിഞ്ഞ അടുത്ത ദിവസം ദ്വാദശി എന്ന് പറയുന്നത്, അതിൻ്റെ അടുത്ത ദിവസത്തിൽ പാരണ സമയം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഒരു പർട്ടിക്കുലർ ടൈമിനകത്ത് ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഏകാദശി എടുത്തതിൻ്റെ വ്രതം അനുഷ്ഠിച്ചതിൻ്റെ ഫലം ആത്മീയമായാലും അല്ലെങ്കിൽ മറ്റു തരത്തിലായാലും നമുക്ക് ലഭിക്കില്ല. അപ്പോൾ ആ സമയം ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. അതാണ് അംബരീഷ മഹാരാജിൻ്റെ കാര്യത്തിൽ നമുക്ക് സംഭവിച്ചത്. ആ പർട്ടിക്കുലർ സമയം ബ്രേക്ക് ചെയ്യണം ഉള്ളത് കൊണ്ടും പ്രത്യേകിച്ച് അത് 24-ാമത്തെ ഏകാദശിയുടെ അവസാനമാണ് അദ്ദേഹം ഇത് അനുഷ്ഠിക്കുന്നത് ഓർത്തുകൊണ്ട് തന്നെയാണ് ദുർവാസ മുനിയുടെ സാന്നിധ്യം അവിടെ അദ്ദേഹം മറന്നുകൊണ്ട്, അല്ലെങ്കിൽ അത് മറ്റുള്ള അവരുടെ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരോടൊക്കെ ആലോചിച്ചിട്ട് വെള്ളം കുടിച്ച് അദ്ദേഹം ബ്രേക്ക് ചെയ്ത് എന്ന് പറയുന്ന പോലെ. അപ്പോൾ വളരെ പ്രാധാന്യം ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിനോടൊപ്പം തന്നെ പാരണ സമയം, വ്രതം മുറിക്കുന്ന സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഈ വരുന്ന 31-ാം തീയതിക്ക് കാമിക ഏകാദശി കഴിഞ്ഞ് 1-ാം തീയതി ദ്വാദശി വരുന്നത് സമയത്ത് നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ട സമയം 6:14 മുതൽ 10:14 വരെ ആ ഒരു ടൈമാണ്. അതൊരു ഏകദേശ സമയമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞതെങ്കിലും ആ സമയത്തിനകത്ത് മിക്കവാറും ഈ ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ഇഷ്ടക്കാരുടെ നമ്മുടെ കലണ്ടർ അതിൽ നമ്മൾ എഴുതി അയക്കാറുണ്ട് പലരും ഏകാദശി കഴിഞ്ഞ് പാരണ സമയത്തോടു കൂടെ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതായിരിക്കും കുറച്ചും കൂടെ നിങ്ങൾക്ക് സേഫ്. അതായത് പഞ്ചാംഗം പ്രകാരം നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായിന്ന് വരില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മറ്റൊന്നും കൂടി ഒരു ചോദ്യം കൂടി പ്രഭുജി ചോദിക്കാം. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ നടന്നു വരുന്നത് അരി ധാന്യം മാത്രം ഒഴിവാക്കിയിട്ട്, നെല്ലരിയുടെ ധാന്യം മാത്രം ഒഴിവാക്കിയിട്ട് മറ്റ് ഗോതമ്പ് അതുപോലെ തന്നെ മറ്റേതൊക്കെ കഴിച്ചു വരുന്ന ഒരു സമ്പ്രദായമാണ് കണ്ടുവരുന്നത്. അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഹരേ കൃഷ്ണ. ഇപ്പോ ഭഗവാൻ പറയുന്നതും അല്ലെങ്കിൽ പാപപുരുഷനും പറയുന്ന സമയത്ത് ഇത് ടോട്ടൽ യൂണിവേഴ്സിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് പറയുന്നത്. അവിടെ കേരളത്തിലൊന്ന്, തമിഴ്നാട്ടിലൊന്ന്, പഞ്ചാബിലൊന്ന്, ഡൽഹിയിലൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പാപപുരുഷന്റെ അടുത്ത് പറഞ്ഞത് നീ ധാന്യത്തിൽ കയറിയിരിക്കുവോ, ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഈ ഭൂഖണ്ഡത്തിൽ നിനക്ക് എവിടെയും വേറെ സ്ഥലമില്ല എന്നേ പറഞ്ഞുള്ളൂ. അപ്പൊ അത് ഏത് ധാന്യം എന്നൊന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ കണക്കനുസരിച്ച് മലയാളികളായാലും ശരി, മറ്റുള്ള രാജ്യങ്ങളിൽ പോയാലും ശരി, പ്രത്യേകിച്ച് ഗോതമ്പും റവയും അരിയും പരിപ്പും എല്ലാം ധാന്യങ്ങളാണ്. അതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഗോതമ്പ് ധാന്യമല്ലാതെ പറയാൻ പറ്റുന്നത്, എല്ലാവരുടെയും ധാന്യങ്ങൾ തന്നെയാണ് അത്. അപ്പൊ അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, ചില മിസ്റ്റേക്ക് നമ്മുടെ ആചാരത്തിൽ, നമ്മുടെ കേരളത്തിലുള്ളവർക്ക് പ്രത്യേകിച്ച് ഏകാദശി ദിവസത്തിലുള്ള ആചാരത്തിൽ കുറച്ച് തെറ്റുകൾ ഉണ്ടെന്ന് പറയാൻ കാരണം അത് നമ്മൾ ശാസ്ത്രപ്രകാരം നോക്കുകയും അതും പ്രത്യേകിച്ച് ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായ പ്രകാരം നോക്കുകയാണെങ്കിൽ ചില നമുക്ക് തെറ്റുകൾ കാണാൻ സാധിക്കും, സൂചിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പുറമേയുള്ള ഭക്തന്മാരും നമ്മുടെ വൈഷ്ണവ ഭക്തന്മാരും തമ്മിൽ ചിലപ്പോൾ ഈ അന്തരം കാണുന്നുണ്ടാവും. അപ്പൊ ധാന്യങ്ങൾ എന്നൊരു
കാര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾപ്പെടും. അതിപ്പോ അരിയും ഗോതമ്പും മാത്രം, അല്ലെങ്കിൽ അരിയും പരിപ്പും മാത്രമല്ല, ഗോതമ്പും ധാന്യമാണ്. എല്ലാം പറയാൻ പറ്റുമോ? ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഈ സുഖമില്ലാത്ത ഈ ഒരുപാട് ടാബ്ലറ്റ് ഒക്കെ ക്വസ്റ്റ്യൻ കേട്ടില്ലല്ലോ മാതാജി, ആരാണ്? അതെ. ഹരേ കൃഷ്ണ. ഈ ഒരുപാട് മരുന്നൊക്കെ കഴിക്കുന്നവർ ഏകാദശി വ്രതം എടുക്കുമ്പോൾ പാല്, ഫ്രൂട്ട്സിന്റെ കൂടെ പാലും ഒക്കെ കഴിക്കുന്നൊരു തെറ്റുണ്ടോ എന്ന് ചോദിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു രോഗിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഏകാദശി വ്രതം അനുഷ്ഠിക്കണമെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം ആ ഒരു ചിന്ത വരുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഭഗവാൻ അവർക്കൊക്കെ ആ ഒരു ഇളവ് കൊടുക്കും തീർച്ചയായിട്ടും. കാരണം അതിനെല്ലാം ഭക്തന്മാരുടെ ഒരു കൃപ വേണമെന്നേ ഉള്ളൂ. ശ്രീല പ്രഭുപാദർ അത്തരത്തിലുള്ള വലിയൊരു മഹാഭക്തനാണ്. അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഏകാദശി വ്രതം എടുക്കുന്നത് വലിയ ഒരു ഭാരമാകരുത് എന്ന് പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ ഭാരമായി എടുക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അസുഖം ഏകാദശി ദിവസം മരുന്ന് കഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിച്ചോളൂ, അതൊന്നും കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥന മാത്രമേ ആ സമയത്ത് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അസുഖ ഉള്ള സമയത്ത് നിങ്ങൾക്ക് ഏകാദശി ഫാസ്റ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഗ്രെയിൻസ് ഒഴിവാക്കുന്നുള്ളൂ. പക്ഷെ അത് പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് ഈ ഒരു അവസരത്തിൽ എനിക്ക് മരുന്നുകളും മറ്റ് അസുഖ കാര്യങ്ങളും കൊണ്ട് ഞാൻ കഴിക്കുന്നുണ്ട്, എനിക്ക് വ്രതം അനുഷ്ഠിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ഒരു മനോഭാവത്തോടെ കൂടെ, ഒരു പ്രാർത്ഥനയുടെ കൂടെ നമ്മൾ ധാന്യങ്ങളോ അല്ലെങ്കിൽ മരുന്നോ കഴിച്ച് ആരോഗ്യം പൂർണ്ണവാനാകുന്ന രീതിയിൽ കൊണ്ടുവരുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെ ആരോഗ്യം വീണ്ടെടുത്ത ശേഷം ഈ പറഞ്ഞ കാര്യം നമ്മൾ തിരുത്തി അല്ലെങ്കിൽ മാറ്റി, ഇനി എനിക്ക് ആരോഗ്യം കിട്ടിയത് കൊണ്ട് ഭഗവാനെ ഞാൻ ഇനി ഏകാദശി നല്ല രീതിയിൽ വ്രതം അനുഷ്ഠിക്കാം എന്ന് പറയുന്നതിലും തെറ്റില്ല. അപ്പോൾ നമ്മൾ ആരോഗ്യം കൂടെ നോക്കണം. അപ്പോൾ ഇത് രണ്ടും റിലേറ്റഡ് ആണ്. അപ്പോൾ ഒരിക്കലും ഏകാദശി വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ആരോഗ്യം ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ അസുഖ സമയത്ത് നമ്മളൊരു വേറൊരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഇല്ല, ഈ അങ്ങനെയുള്ളവർക്ക് ചാമ പറഞ്ഞത് കഴിക്കാന്നുണ്ടായിരുന്നില്ല, ബാംഗ്ലൂർ ഇസ്കാനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാമ. യെസ്. ഹരേ കൃഷ്ണ. നേരത്തെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന സമയത്ത് ഈ നേരത്തെ പറഞ്ഞ പോലെ അനുകൽപ കാറ്റഗറിയിൽ വരുന്ന ഒരു ഐറ്റമാണ് ഈ പറഞ്ഞ പോലെ ശ്യാമ അരി, അതുപോലെ തന്നെ നമ്മുടെ ജൗവരി, അതിനെന്താ പറയാ ഇവിടെ നമ്മൾ പറയാം സബൂദന, അത് പറയുന്നുണ്ട്, അത് കഴിക്കാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം തന്നെ ഒറിജിനലി നോൺ ഗ്രെയിൻ ആണ്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ, ഇപ്പോഴത്തെ കലിയുഗം അല്ലെങ്കിൽ ഈ അയൺ ഏജിൽ പൊതുവെ എല്ലാം പിന്നെ എന്താ പറയുക മിക്സ്ഡ് ആയിട്ടുള്ളത് കൊണ്ട് ഇപ്പൊ ഈവൻ നമുക്ക് സാബുദന എന്ന് പറയുന്ന ജൗവരി ഇപ്പോൾ കിട്ടുന്നതെല്ലാം തന്നെ ഈ കൊഴുപ്പിന് ഓരോ പ്രത്യേക ആ ഒരു ഇതിന് വേണ്ടിയിട്ട്, രുചിക്ക് വേണ്ടിയിട്ടൊക്കെ അതിലൊക്കെ മാവുകളൊക്കെ കലർത്തുണ്ടെന്നാണ് പറയണത്, അല്ലെങ്കിൽ മാവ് മിക്സ് ചെയ്തിട്ടാണ് അത് വരുന്നതാണ് പറയണത്. അപ്പൊ നമുക്കൊരു ഷുവർട്ടി ഇല്ല അത് ഗ്രെയിൻ ആണോ അല്ലയോ എന്നുള്ളത്, അല്ല നോൺ ഗ്രെയിൻ ആണോ അല്ലയോ എന്നുള്ളത്. അത് തന്നെയാണ് നമ്മുടെ ശ്യാമരിയിലും വരുന്നത്. ശ്യാമരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഗ്രെയിൻ ആണ്, പക്ഷെ അതിനകത്ത് പലരും മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പലരും ഈ ഏകാദശി ദിവസം ഇത് കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ അറിഞ്ഞത് കൊണ്ടും അവരെ ചിലപ്പോൾ നമുക്ക് വേറെ രീതിയിലേക്ക് കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട് പല ആളുകളൊക്കെ നമുക്ക് എതിരായിട്ടുള്ളവരോ അല്ലെങ്കിൽ അറിയാതെയൊക്കെ കടകളിലൊക്കെ നമ്മൾ മിക്സിങ് നടക്കുന്നുണ്ട്. അതിനകത്ത് ചില പൊടിയരിയോ ഒക്കെ കയറി കഴിഞ്ഞാൽ നമുക്കറിയില്ല. നമുക്ക് കഴിയുന്നത്ര നമ്മളത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത്. അല്ല ഇനിയിപ്പോൾ വേറെ ഒരു വഴിയില്ല, നമുക്ക് അതേ ഉള്ളൂ എങ്കിലും എനിക്ക് കുറച്ചും കൂടെ ആരോഗ്യവാനായിട്ടോ ആരോഗ്യവതിയായിട്ടൊക്കെ എനിക്ക് വ്യക്തിഗത സേവനം ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതൊക്കെ ആണെങ്കിൽ അത് കഴിച്ചുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ അത് നമ്മൾ കഴിയുന്നത്ര നമ്മൾ ഈ പ്യൂരിറ്റി, അതായത് ഐ മീൻ ഇതിൽ മിക്സ് ആകുന്നത് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിഞ്ഞിട്ട് വേണം അത് അത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏകാദശി പ്രസാദം നമ്മൾ കഴിക്കേണ്ടത്. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, ഈ സാബുദാന അല്ല ചൗബരി എന്ന് പറയുന്ന കപ്പയുടെ പ്രോഡക്റ്റ് അല്ലേ? അതെ, കപ്പയുടെ ആണ് പ്രോഡക്റ്റ്. പക്ഷെ എങ്കിലും നിങ്ങൾ ആ ഉണ്ടാക്കുന്ന ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അത് കഴിക്കുകയില്ല. അതാ ഞാൻ പറഞ്ഞു വന്നത്. അത് ഈ കപ്പയുടെ പ്രോഡക്റ്റ് തന്നെയാണ്, അത് ഒറിജിനലി ഇറ്റ്സ് എ നോൺ ഗ്രെയിൻ. പക്ഷെ ഇപ്പോ നിങ്ങൾ അത് മാനുഫാക്ചറിങ് ചെയ്യുന്ന യൂണിറ്റിൽ പോയിട്ട് ഒന്ന് നോക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം നിൽക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ അറിയുന്നതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്.
കപ്പ ഉണ്ടാക്കുന്ന ഈ ജൗവരിയിലും ഇപ്പോൾ മിക്സിംഗ് ഉണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ മിക്സിങ്ങിനേക്കാൾ ഉപരി അത് ഉണ്ടാക്കുന്ന പ്രോസസ്സ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് ഒരുപാട് കീടങ്ങൾ വന്ന് വീണിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. കാരണം രാത്രിയിലാണ് അത് ഇവര് പ്രോസസ്സിങ് ചെയ്യുന്നത്. അപ്പൊ രാത്രിയിൽ വെളിച്ചം അധികം പാടില്ലാത്തതുകൊണ്ട് അവർ ചെറിയ ബൾബൊക്കെ വെച്ചിട്ടാണ്. അപ്പൊ ആ ചെറിയ ബൾബിനകത്തൊക്കെ ഒരുപാട് കീടങ്ങൾ വന്ന് ഇങ്ങനെ അടിഞ്ഞുകൂടും. ആ കീടങ്ങളൊക്കെയാണ് ഈ ഓരോരോ പോട്ടിൽ അല്ലെങ്കിൽ ഓരോ വെസൽസിലൊക്കെ വന്ന് വീഴുന്നത്. അതൊന്നും അവർ ശ്രദ്ധിക്കാറില്ല. അവർക്ക് ഇതിന് വലിയ പ്രാധാന്യമില്ല. ഉണ്ടാക്കുന്നവർക്ക് അവർ വലിയ ഡിവോട്ടികളൊന്നും ആയിരിക്കില്ല. പക്ഷെ ആ കീടങ്ങളെല്ലാം അതിൽ വീണ് അതിനെയൊക്കെ ഫിൽറ്റർ ചെയ്തൊക്കെ പറയും അവർ. പക്ഷെ അതൊക്കെ ഒരു എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ അത് ഗ്രെയിൻസ് പോലെ തന്നെ ആവും പിന്നീട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കഴിയുന്നത്ര അതെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് ഫ്രൂട്ട്സ് കഴിക്കാം. പഴങ്ങളുണ്ട്, ആപ്പിൾ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ മാമ്പഴമുണ്ട്, ചക്കയുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പഴങ്ങളുണ്ടല്ലോ, പഴവർഗ്ഗങ്ങളുണ്ടല്ലോ, അത് കഴിക്കാം. പിന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടാപ്പിയോക്ക, സ്വീറ്റ് പൊട്ടാറ്റോ, പിന്നെ അതുപോലെ നമ്മുടെ ഗ്രൗണ്ട് നട്ട്, പിന്നെ പൊട്ടാറ്റോ, ക്യാരറ്റ്, ബീട്രൂട്ട്, ഇതൊന്നും തന്നെ എന്താ പറയാ ധാന്യങ്ങളിൽ പെടാത്തതും അതുപോലെ തന്നെ വളരെ സുപരിചിതമായിട്ട് നമ്മുടെ മാർക്കറ്റുകളൊക്കെ കിട്ടുന്നതും നമുക്ക് എല്ലാവർക്കും തന്നെ പല വിധത്തിൽ ആ ഐറ്റങ്ങളെ പച്ചക്കറികളെയും പഴങ്ങളെയൊക്കെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കി നമുക്ക് ഏകാദശി ദിവസം ഭഗവാൻ നിവേദിച്ച് കഴിക്കാമല്ലോ. ഒരു ദിവസമേ നമ്മൾ കഴിക്കുന്നുള്ളൂ ഇത്തരം കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട്. അപ്പൊ അത് ആ ദിവസം നമ്മൾ കുറച്ച് ഈ നേരത്തെ പറഞ്ഞ പോലെ തപശ്ചര്യ എന്ന രീതിയിലും കുറച്ച് നമ്മളത് അനുഷ്ഠിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ നമുക്ക് സംശയം വേണ്ട. ഇനിയിപ്പോൾ ജൗവരിശ്രീ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജൗവരി എന്ന് പറയുന്നത് വെളിയിൽ സാബൂദാന എന്ന് പറയുന്നത് വെളിയിൽ നിന്ന് കിട്ടുന്ന അത്രയും നമുക്ക് 100% നോൺ ഗ്രെയിൻ ആണോ എന്ന് പറയാനുള്ളൊരു നമുക്ക് സാധിക്കാത്തതുകൊണ്ട് എന്തിന് നമ്മൾ അതിലൊരു വെഞ്ചറിലേക്ക് പോകണം, ആ ഒരു വെഞ്ചർ എടുക്കണം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ പൊതുവെ നേരത്തെയൊക്കെ അത് ഉണ്ടായിരുന്നു ഇസ്കോണിലും, സാബൂദാന കിച്ചടി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സാമ റൈസ് കൊണ്ടുള്ള കിച്ചടി അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ. പക്ഷെ ഇപ്പൊ ഒന്നും ഇല്ല ഇസ്കോണിൽ പതക്കം നിർത്തി. കാരണം അവരൊക്കെ പല ആൾക്കാരും ഇതിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ പിന്നീട് ഭക്തന്മാരായപ്പോൾ അവരൊക്കെ ഉള്ളിൽ ഇൻസൈഡ് ഹിസ്റ്ററിയൊക്കെ നമുക്ക് സ്റ്റോറിയൊക്കെ വെളിയിൽ വന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മളൊന്നും അത് കഴിക്കാറില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ദ്വാദശിയുടെ അന്ന് തുളസി പൊട്ടിക്കാൻ പാടുണ്ടോ? യെസ്, തുളസി ഈ പറഞ്ഞ പോലെ ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ അടുത്ത ഒരു സെർവൻ്റ് ആണ് അല്ലെങ്കിൽ ദാസിയാണ്. അതുകൊണ്ട് തന്നെ ഏകാദശി ദിവസം ഫുൾ സർവീസിലായിരിക്കും ഭഗവാന്റെ ദിവസം ആയതുകൊണ്ടും ഭഗവാന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സർവീസിലും ഏകാദശി ദിവസം തുളസി ദേവി മുഴുകുന്നുകൊണ്ട് ദ്വാദശി ദിവസം പാരണ കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാരണയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ പാരണയ്ക്ക് മുമ്പോ ആയിക്കോട്ടെ ദ്വാദശി ദിവസം തുളസി ദേവി റെസ്റ്റ് എടുക്കുകയായിരിക്കും. അപ്പൊ ആ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മളെ ശല്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുളസി ദേവിയെ അല്ലെങ്കിൽ തുളസി ചെടിയെ അന്ന് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുന്നതും തുളസി പറിക്കാതിരിക്കുന്നതും. അതുകൊണ്ട് തുളസി ദ്വാദശി ദിവസം നമ്മൾ പറിക്കാൻ പാടുള്ളതല്ല. ഹരേ കൃഷ്ണ. ഏകാദശി ദിവസം പറിക്കാമോ പ്രഭു? ഏകാദശി ദിവസം പറിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ പറിക്കുക. അപ്പൊ ദ്വാദശിക്കും കൂടെ ചേർത്ത് പറിക്കുക. എന്നിട്ട് ആ തുളസി ഇല നമുക്ക് ഉപയോഗിക്കാം ദ്വാദശി ദിവസം. ഏകാദശി ദിവസം പറിക്കുന്നതിൽ വിരോധമില്ല അല്ലെ? ഇല്ല, വിരോധമില്ല. ഹരേ കൃഷ്ണ. പക്ഷെ വേറെ ആരും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. ഈ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. അതായത് ഇപ്പോൾ ബൈ ചാൻസ് ഏകാദശി ദിവസം നിങ്ങൾ അറിയാതെ യാത്രയിലോ അല്ലെങ്കിൽ എന്തോ ഒരു ഓർമ്മയിൽ ധാന്യം കഴിച്ചു, പക്ഷെ അത് ബ്രേക്കായി. അപ്പൊ ആ ഏകാദശി നിങ്ങളുടെ ബ്രേക്കായെങ്കിൽ നിങ്ങൾ എന്താണ് അതിന് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം. ദ്വാദശി കഴിയുന്നത് പിറ്റേ ദിവസം നോക്കുക. അതെ, അതായത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ദ്വാദശി ദിവസം ഏകാദശിയെ പോലെ വ്രതം അനുഷ്ഠിക്കണം. എന്നിട്ട് ത്രയോദശി ദിവസം, അതായത് ദ്വാദശി കഴിഞ്ഞിട്ട് ത്രയോദശി ദിവസം പിന്നെ ബ്രേക്ക് ചെയ്യണം. അപ്പൊ അതൊക്കെ ഒരു വഴിയായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഹരേ കൃഷ്ണ. യെസ്. അപ്പൊ അവിടെ പാരണ വീട്ടാനിപ്പോ എങ്ങനെയാ? പാരണ അപ്പൊ നമുക്കുള്ള ഒരു ജനറൽ റൂളേ ഉള്ളൂ. അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഉദിച്ചതിന് ശേഷം 1.5 മണിക്കൂറിനുള്ളിൽ എന്നുള്ളത്. അപ്പൊ അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ കറക്റ്റ് ടൈമിങ് നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അത് സാധാരണ അങ്ങനെ ഒരു സന്ദർഭം എല്ലാവർക്കും വരാത്തത് കൊണ്ടും പൊതുവെ എല്ലാവരും സീരിയസ് ആകാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈമിംഗ് പ്രത്യേകിച്ച് നമ്മളതിൽ
ഈ കലണ്ടറിലൊന്നും വരാറില്ല. പിന്നെ നമ്മളൊരു ഉദ്ദേശത്തോടു കൂടെ സൂര്യൻ ഉദിച്ച ശേഷം 1.5 മണിക്കൂറുള്ളിൽ എന്നുള്ള കണക്കുള്ളൂ. ഹരേ ഹരേ കൃഷ്ണ പ്രഭു. ചിലര് ഹരേ കൃഷ്ണ. ഇത് ഏകാദശി എടുക്കാതെ ദ്വാദശി എടുക്കുന്ന അങ്ങനെ പറയാറുണ്ട്. അത് ശരിയോ? എന്തിനാ എടുക്കുന്നതെന്ന് അറിഞ്ഞാലല്ലേ അറിയാൻ പറ്റുള്ളൂ. ദ്വാദശി ദിവസം എന്തിനാ പിന്നെ വ്രതം എടുക്കണമെന്നല്ലേ അറിയണ്ട. അപ്പൊ ഏകാദശിയാണ് അത് ഭഗവാന് എന്നോട് വേണ്ടിയിട്ട്. ചോദിച്ചു, ഏകാദശി എടുക്കാൻ ഞാൻ ഇന്ന് എടുക്കുന്നില്ല, നാളെ ദ്വാദശി എടുക്കുന്നു. അത് ശരിയല്ലല്ലോ പ്രഭു. അല്ലല്ല, അങ്ങനെ അത് ശരിയായൊരു കീഴ്വഴക്കം അല്ല നമ്മുടെ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തില്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരാളും കൂടെ കൈ ഉയർത്തിയിട്ടുണ്ട്. ആരാണ്? രുക്മിണി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഇല്ല, ഹരേ കൃഷ്ണ. ഏകാദശി തിഥി പുലർച്ചെ 4 മണിക്ക് വന്നാൽ ഇസ്കോൺ ഏകാദശി പുലർച്ചെ 4 മണിക്കോ? ആ തിഥി, ഏകാദശിയുടെ തിഥി വരുന്നത് അങ്ങനെ അങ്ങനെയുള്ള എക്സാക്ട് കാൽക്കുലേഷൻ ടൈമിങ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് കാൽക്കുലേഷൻ ചെയ്തിട്ടുള്ള കലണ്ടർ നമ്മൾ ഫോളോ ചെയ്യുന്നുള്ളൂ. അതിനുള്ള ഒരു ഭക്തന്മാരും അതിനുള്ള ഒരു ഫോർമുലയും സോഫ്റ്റ്വെയർ ഒക്കെ വേറെ നമ്മുടെ ഹിസ് ഹോളിനെസ് ഭാനുസ്വാമി മഹാരാജും പിന്നെ വേറൊരു ഡിവോട്ടി ഫ്രം ഓസ്ട്രേലിയ, അവരൊക്കെ ഫോർമാറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോർമാറ്റിലാണ് നമ്മൾ കാൽക്കുലേഷൻ നടക്കുന്നത്. നമുക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള സമയമൊന്നും പറയാൻ പറ്റില്ല അതിൽ. അപ്പോൾ ആൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയറിനനുസരിച്ചാണ് നമ്മൾ ഈ ജ്യോതിഷം നോക്കുന്ന പോലെ തന്നെ, പക്ഷേ ഇതൊരു സോഫ്റ്റ്വെയർ ആണെന്നുള്ള ആ സോഫ്റ്റ്വെയർ അനുസരിച്ചാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഏത് ദിവസമാണ് ഏകാദശി വരുന്നതെന്നും ദ്വാദശി ദിവസം എപ്പോഴാണ് പാരണ സമയം എന്നുള്ളതൊക്കെ. അതിൽ അത്രത്തോളം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് കലണ്ടർ ഫോളോ ചെയ്താൽ മതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, സോ ഇന്നത്തെ നമ്മുടെ ഏകാദശി വിശേഷാൽ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. പങ്കെടുത്ത എല്ലാ ഭക്തന്മാർക്കും എൻ്റെ വിനീതമായ പ്രണാമം. വീണ്ടും ഇനിയൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ വീണ്ടും വേറെ ഒരു ടോപ്പിക്കുമായിട്ടോ അല്ലെങ്കിൽ വേറെ ഈ